Praise the Lord. Hallelujah. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുവാനാകട്ടെ. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ജയത്തോടെ നടത്തിയ കർത്താവിനെ ഇന്ന് രാത്രിയിലും നമുക്ക് ഒരുമിച്ച് സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കൊത്തവണ്ണം നന്ദിയുള്ളവരായി ഇന്ന് രാത്രി കൂടി വന്ന് ദൈവത്തെ ആരാധിപ്പാൻ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയ മകൾ ഭാഗ്യത്തെ സന്തോഷമായി കരുതുന്നവർ ഇരു കരങ്ങളും അടിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. സകല മഹത്വവും, സകല പുകഴ്ചയും, സകല ആരാധനയും നമ്മുടെ കർത്താവിന് അർപ്പിക്കാം. ഹല്ലേലൂയ. Praise the Lord. Hallelujah. പ്രിയ ദൈവമക്കളെ, യേശുക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ ഈ അനുഗ്രഹിത രാത്രിയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഈ ലൈവിൽ യാദൃശികമായി ആരും വന്നിട്ടില്ല. ആമേൻ. ദൈവം ചിലരെ വിളിച്ചിരിക്കുന്നു, ചിലരെ എഴുന്നേൽപ്പിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. ചിലരുടെ കണ്ണുനീർ തുടയ്ക്കാനാണ്. ഹല്ലേലൂയ. ചിലരുടെ ഭയം മാറ്റാനാണ്. പരിശുദ്ധാത്മാവ് ഇപ്പോൾ അതേ നിങ്ങളുടെ വീട്ടിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. എത്ര പേർ വിശ്വസിക്കും? എത്ര പേർ ആമേൻ പറയും? ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം തുറക്കൂ, നിങ്ങളുടെ കൈകൾ ഉയർത്തൂ. ഈ രാത്രി ദൈവം നിങ്ങളോട് പറയുന്നത്, ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ. ഇന്ന് നിന്റെ ജീവിതത്തിൽ മനുഷ്യർ അടച്ച വാതിലുകളെ കുറിച്ച് ചിന്തിക്കേണ്ട. ദൈവം തുറക്കുന്ന വാതിൽ ഒരു മനുഷ്യനും അടയ്ക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ആരംഭിക്കും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് നിന്റെ ഹല്ലേലൂയ ആത്മീയ ജീവിതത്തിന് പുതിയ തീ ജ്വലിക്കും. ആമേൻ. ഇന്ന് ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. ഇന്ന് നിരാശ പ്രത്യാശയായി മാറും. ഹല്ലേലൂയ. ഒരു മനസ്സോടെ പരിശുദ്ധാത്മാവിനെ ആമേൻ സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങൾ തുറന്ന് യേശു ക്രിസ്തുവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവേ, നീയേ എൻ ജീവനാഥൻ, നിൻ വഴിയിൽ ഞാൻ നടന്നിടും. ഭയമെല്ലാം ഇന്ന് വിട്ടൊഴിഞ്ഞ് വിശ്വാസത്താൽ ഞാൻ മുന്നേറും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പറ, ഞാൻ വിശ്വാസത്താൽ മുന്നേറും. പരിശുദ്ധാത്മാവേ, ഇറങ്ങി വാ, എൻ ഹൃദയം നിറച്ചിടണേ. തകർന്ന മനസ്സിൻ മുറിവുകള് നിൻ സ്നേഹത്താൽ സൗഖ്യമാക്കണേ. കൈകൾ ഉയർത്തി ആരാധിക്കും. കണ്ണീരോടെ ഞാൻ സ്തുതിച്ചിടും. നിൻ സന്നിധിയിൽ ശക്തി പ്രാപിച്ച് പുതിയ മനുഷ്യനായി മാറിടും. ഹല്ലേലൂയ. ഉറപ്പുള്ളവര് ഹല്ലേലൂയ പറഞ്ഞാട്ട്, യേശുവേ, എൻ പ്രത്യാശ നീ മാത്രമേ. ഹല്ലേലൂയ. കർത്താവേ, എൻ ആശ്രയം നീ മാത്രമേ. ഓട്ടം തികയ്ക്കാൻ ശക്തി തരും. അവസാനം വരെ കാത്തിരിക്കും. നിൻ ഹിതത്തിൽ ഞാൻ ജീവിച്ചിടും. നിനക്കായി മാത്രം ഞാൻ ജീവിച്ചിടും. യേശുവേ, നിനക്ക് മഹത്വം. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി സന്തോഷത്തോടെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം, നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ഹല്ലേലൂയ ചേർന്ന് ആരാധിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ, എൻ ജീവനാഥ, എൻ ഹൃദയത്തിൽ വാഴേണമേ. പരിശുദ്ധാത്മാവേ, ഇറങ്ങി വാ, എന്നെ വീണ്ടും നിറച്ചിടണേ. നിൻ കൃപയാണ് എൻ ആശ്രയം. നിൻ ഹല്ലേലൂയ.
Thank you, Jesus. Oh, നന്ദി കർത്താവേ. Hallelujah. Thank you, Jesus. നിൻ സ്നേഹമാണ് ജീവൻ, എൻ കണ്ണുനീർ നീ തുടച്ചിടും വിശ്വസ്തനായ കർത്താവേ. തളർന്ന കാലുകൾ ബലപ്പെടുത്തും, തകർന്ന ഹൃദയം ചേർത്തിടും. നീ വിളിച്ച വഴിയിൽ എന്നെ അവസാനം വരെ നടത്തിയിടും. ആരാധനയൻ ശ്വാസമാകട്ടെ, സ്തുതിയൻ ജീവനാകട്ടെ. നിൻ തിരുസന്നിധിയിൽ ഞാൻ ജീവനുള്ള യാഗമാകട്ടെ. കൈകൾ ഉയർത്തി പാടിടുന്നു യേശുവേ നിൻ മഹത്വം. ഹൃദയം തുറന്നിരിച്ചിടുന്നു, നിറയണമേ പരിശുദ്ധാത്മാവേ. എൻ ഭയമെല്ലാം നീക്കിയിടണേ, എൻ വിശ്വാസം പുതുക്കിയിടണേ. എൻ ജീവിതം നിൻ കൈകളിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നിൻ നാമം ഉയർത്തിടുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നിൻ സ്നേഹം പാടിടുന്നു. ഓട്ടം തികയ്ക്കാൻ ശക്തി തരൂ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ കാപ്പത്തരൂ. അവസാനം വരെ എന്നെ കാത്തിടണേ, നിത്യരാജ്യത്തിൽ എന്നെ ചേർത്തിടണേ. യേശുവേ നീയേ എൻ സർവസ്വം, നിനക്കു മാത്രം മഹത്വം. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് ഒരുക്കിയ മുഖാന്തരങ്ങൾക്കായി ഒരിക്കൽ കൂടെ നമ്മുടെ കരങ്ങളെ ഉയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുക. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കുവാൻ വിശ്വസ്തനെന്ന് എണ്ണി എന്നെയും കുടുംബത്തെയും നമ്മെ ഓരോരുത്തരെയും നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിക്കുന്നതോടൊപ്പം സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുകയും ഇത് അനേകർക്ക് അനുഗ്രഹപ്രദമായി തീരത്തക്ക നിലയിൽ ഷെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രവിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം. പ്രിയരെ, സ്നേഹദിനം പ്രയർ ഫാമിലി ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ് 27/7/2026 തിങ്കളാഴ്ച രാത്രി ആമേൻ 9:30 നമുക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിപ്പാൻ
ഈ 2026 2008 ദിവസം രാത്രി കൃപ ആമേൻ നൽകിയതിനായി നമ്മുടെ കരം ഉയർത്തി ഒരിക്കൽ കൂടെ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. ഈ വർഷത്തിൻ്റെ 208 ദിവസം ഈ ഭൂമിയിൽ ജീവനോടെ ഇരുന്ന് ആമേൻ യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിപ്പാൻ ആയുസ്സും ആരോഗ്യവും ബലവും നൽകിയ കർത്താവിനെ ഒരിക്കൽ കൂടെ നന്ദിയോടെ കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് പലർക്കും ആമേൻ ഈ സമയത്ത് ആമേൻ കൂട്ടായ്മയിൽ കൂടുവാനായിട്ട് സാധിക്കുന്നില്ലായിരിക്കാം. എങ്കിലും കൂടി വരുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നാം തുടർമാനമായിട്ട് ആമേൻ അതേ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. കൃപയാൽ ഇന്ന് രാത്രി 21 ദിവസമാണ്. ആമേൻ. ഇന്നത്തെ വിഷയം ദൈവഹിതം പൂർത്തിയാക്കാൻ ഭയപ്പെടരുത് എന്ന വിഷയമാണ് ആമേൻ ഇന്ന് രാത്രി നാം പഠിക്കാനായിട്ട് പോകുന്നത്. പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവഹിതം പൂർത്തിയാക്കാൻ ഭയപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ആമേൻ പ്രിയപ്പെട്ടവരുടെ കൈ പിടിച്ചിട്ടൊന്ന് പറ, ആമേൻ ദൈവഹിതം പൂർത്തിയാക്കാൻ ഭയപ്പെടരുത്. ഹല്ലേലൂയ. ഒന്ന് ചിരിച്ചോണ്ട് പറഞ്ഞേ, ദൈവഹിതം പൂർത്തിയാക്കാൻ ഭയപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞാട്ടെ ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ആമേൻ പറഞ്ഞാട്ടെ ഹല്ലേലൂയ. ദൈവഹിതം പൂർത്തിയാക്കാൻ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവഹിതം പൂർത്തിയാക്കാൻ ഭയപ്പെടരുത്. ഭയപ്പെടരുത്. ആമേൻ. എന്നെ കുറിച്ചുള്ള നിങ്ങളെ കുറിച്ചുള്ള ആമേൻ ദൈവത്തിന്റെ ഹിതം ആമേൻ പൂർത്തിയാക്കാൻ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഉലകത്തിൽ ആമേൻ കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഇഷ്ടം ആമേൻ നിറവേറ്റുവാൻ അനേകര് ബന്ധപ്പെടുന്നു. ആമേൻ. അത് നിറവേറ്റുവാൻ ആർക്കും ഒരു ഭയവും ഇല്ല. ഹല്ലേലൂയ. എന്നാൽ പലർക്കും ആമേൻ ദൈവഹിതം നിറവേറ്റുവാനായിട്ട് ഭയമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നത് ആമേൻ ദൈവഹിതം പൂർത്തിയാക്കാൻ ഭയപ്പെടരുത്. ഹല്ലേലൂയ. ആമേൻ. ആ ചിന്തയ്ക്കാധാരമായി ഇന്ന് രാത്രി നാം പ്രാരംഭത്തിൽ വായിക്കുവാൻ പോകുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 21 അധ്യായം അതിന്റെ 11 വാക്യമാണ്. വായിച്ചാല് അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞ എന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നതെന്ത്? കർത്താവായ യേശുവിന്റെ നാമത്തിന് വേണ്ടി. ഒന്നും കൂടെ ശബ്ദം ഉയർത്തി വായിച്ചാട്ട്. അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞ എന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നതെന്ത്? ഇങ്ങനെ തകർക്കുന്നതെന്ത്? കർത്താവായ യേശുവിന്റെ നാമത്തിന് വേണ്ടി. കർത്താവായ യേശുവിന്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാനും മാത്രമല്ല മരിക്കുവാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. കരമടിച്ച കർത്താവിന് ഒന്ന് സ്തുതിച്ചേ. എന്തിനാ ഇങ്ങനെ കരഞ്ഞ് ആമേൻ എന്നെ ആമേൻ തളർത്തുന്നത്? ഹല്ലേലൂയ. ആമേൻ ദൈവഹിതം പൂർത്തിയാക്കാൻ ഭയപ്പെടരുത്. ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാനും മരിക്കുവാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ആമേൻ മുഖ്യ സന്ദേശം ഹല്ലേലൂയ. ആമേൻ ദൈവഹിതം എളുപ്പമായിരിക്കണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവഹിതത്തിൽ നടക്കുന്നത് എപ്പോഴും സുരക്ഷിതമാണ്. ഹല്ലേലൂയ. ഭയപ്പെടരുത്, പിന്മാറരുത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ മുന്നോട്ട് നടക്കുക. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്.
ഒരാമേൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, ദൈവഹിതത്തിൽ നടക്കുന്നത് എപ്പോഴും സുരക്ഷിതമാണ്. ഹല്ലേലൂയ. അതെ, ദൈവഹിതം എളുപ്പമായിരിക്കണമെന്നില്ല, പക്ഷേ ദൈവഹിതത്തിൽ നടക്കുന്നത് എപ്പോഴും സുരക്ഷിതമാണ്. അതുകൊണ്ട് ഭയപ്പെടരുത്, പിന്മാറരുത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ മുന്നോട്ട് നടക്കുക. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രിയരെ, ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, ദൈവഹിതം പൂർത്തിയാക്കാൻ ഭയപ്പെടരുത്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 21-ാം അധ്യായം അതിന്റെ 1 മുതൽ 14 വരെയുള്ള വേദഭാഗമാണ് പ്രാരംഭത്തിൽ നാം ചിന്തിപ്പാനായിട്ട് പോകുന്നത്. ഹല്ലേലൂയ. 1-ാം വാക്യം, അവരെ വിട്ടുപിരിഞ്ഞ് നീക്കിയ ശേഷം, ചേർത്ത് വായിച്ചാട്ട്, അവരെ വിട്ടുപിരിഞ്ഞ് നീക്കിയ ശേഷം ഞങ്ങൾ നേരെ ഓടി കോസിലും പിറ്റേന്ന് രൊദോസിലും അവിടം വിട്ട് പത്തരയിലും എത്തി. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് ദൈവം നമ്മുടെ ഹൃദയത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹല്ലേലൂയ. നീ മനുഷ്യരെ അനുസരിക്കുമോ അതോ ദൈവത്തെ അനുസരിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ ചില നിമിഷങ്ങൾ വരും. ആമേൻ. അപ്പോൾ ദൈവത്തിന്റെ ഹിതവും മനുഷ്യരുടെ അഭിപ്രായവും രണ്ടായി നിൽക്കും. ആമേൻ. അതാണ് പൗലോസ് അപ്പോസ്തലൻ, ഹല്ലേലൂയ, ആമേൻ, അതെ, തന്റെ ജീവിതത്തിലും ആമേൻ സംഭവിച്ചത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. യെരൂശലേമിലേക്ക് പോകരുത് എന്ന് പലരും അവനോട് പറഞ്ഞു. ഹല്ലേലൂയ. അവനെ സ്നേഹിച്ചവരാണ് പറഞ്ഞത്. ഹല്ലേലൂയ. അവനെ കരുതിയവരാണ് പറഞ്ഞത്. ആമേൻ. അവന് അപകടം സംഭവിക്കുമെന്ന് അവർ അറിഞ്ഞിരുന്നു. ഹല്ലേലൂയ. എന്നാൽ പൗലോസിന് മനുഷ്യരുടെ ശബ്ദത്തെക്കാൾ വ്യക്തമായി ആമേൻ കേൾക്കുവാൻ കഴിഞ്ഞത്, അവൻ കേട്ടത് ദൈവത്തിന്റെ ശബ്ദമായിരുന്നു. ഹല്ലേലൂയ. ഒന്ന്, ദൈവഹിതം എപ്പോഴും എളുപ്പമുള്ള വഴി ആയിരിക്കണമെന്നില്ല. ഇന്ന് ചിലർ കരുതുന്നു ദൈവഹിതമെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ആമേൻ. ഹല്ലേലൂയ. ഇത് ദൈവഹിതമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ പ്രശ്നം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇത് ദൈവഹിതമായിരുന്നെങ്കിൽ ഈ പരീക്ഷകൾ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു? ഹല്ലേലൂയ. പ്രിയരെ, ഇന്ന് ചിലർ കരുതുന്നത് പോലെ ദൈവഹിതമെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, കഷ്ടതകൾ ഉണ്ടാകില്ല എന്ന് ആമേൻ ബൈബിൾ പറയുന്നില്ല. പക്ഷെ ബൈബിൾ അങ്ങനെ പറയുന്നില്ല. യേശു തന്നെ ക്രൂശിന്റെ വഴിയിലൂടെയാണ് നടന്നത്. പൗലോസ് അപ്പോസ്തലൻ ബന്ധനങ്ങളുടെ വഴിയിലൂടെയാണ് നടന്നത്. അതുകൊണ്ട് കഷ്ടതയുണ്ട് എന്നതുകൊണ്ട് മാത്രം ദൈവം നമ്മെ മറികടന്നു പോയി, ദൈവം നമ്മെ ഉപേക്ഷിച്ചു പോയി, ദൈവം നമ്മെ വിട്ടുപോയി, ദൈവം നമ്മെ മറന്നുപോയി എന്ന് കരുതരുത്. ഹല്ലേലൂയ. ആമേൻ. സ്നേഹിക്കുന്നവർ പോലും ചിലപ്പോൾ നമ്മെ ദൈവഹിതം നിറവേറ്റുന്നതിൽ തടയാം. ആമേൻ. ദൈവഹിതത്തിനനുസരിച്ച് ആമേൻ ജീവിക്കുന്നതിന് ആമേൻ തടസ്സമായി വന്നേക്കാം. പൗലോസിനെ തടഞ്ഞവർ ശത്രുക്കളായിരുന്നില്ല, സഹോദരന്മാരായിരുന്നു. അവരെ കുറ്റപ്പെടുത്താനാവില്ല. അവർ സ്നേഹിച്ചത് കൊണ്ടാണ് തടഞ്ഞത്. എന്നാൽ ദൈവവിളി മനുഷ്യരുടെ സ്നേഹത്തെക്കാൾ ഉയർന്നതാണ്. ഇന്ന് ചിലർ ദൈവവിളി ഉപേക്ഷിക്കുന്നത് ആളുകൾ എന്തു പറയും, വീട്ടുകാർ സമ്മതിക്കില്ല, സമൂഹം പരിഹസിക്കും എന്ന് ഹല്ലേലൂയ ഭയം കൊണ്ടാണ്. പ്രിയ ദൈവമക്കളെ, ദൈവം വിളിച്ചാൽ അവൻ വഴി തുറക്കും. ഇന്ന് രാത്രി അത് സ്വീകരിക്കുന്നവർ, അത് വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും അടിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. ഓ ആമേൻ. നിന്നെ കുറിച്ചുള്ള ദൈവഹിതം നീ തിരിച്ചറിഞ്ഞിട്ട് അതിൻ പ്രകാരം ജീവിക്കുവാൻ നീ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ, ഒരുപക്ഷേ
ആമേൻ സ്നേഹിക്കുന്നവർ പോലും ചിലപ്പോൾ നിന്നെ തടഞ്ഞേക്കാം. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ തന്റെ ജീവിതത്തിലൂടെ പറയുകയാണ്, ഹല്ലേലൂയ, തടഞ്ഞവർ ശത്രുക്കളായിരുന്നില്ല, സഹോദരങ്ങളായിരുന്നു. ഹല്ലേലൂയ. പ്രിയരെ, സമാനമായ നിലയിൽ ആമേൻ തിക്ത അനുഭവങ്ങളിലൂടെ ആമേൻ കടന്നു പോകുന്നവർ ഇന്ന് രാത്രി ഒരുപക്ഷേ ചിന്തിച്ചേക്കാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഹല്ലേലൂയ. ആമേൻ. ചിലർ ദൈവവിളി ഉപേക്ഷിക്കുന്നത് ആളുകൾ എന്ത് പറയും? ഹല്ലേലൂയ. വീട്ടുകാർ സമ്മതിക്കില്ല, സമൂഹം പരിഹസിക്കും എന്ന ഭയം കൊണ്ടാണ്. പ്രിയ ദൈവമക്കളെ, ദൈവം വിളിച്ചാൽ അവൻ വഴിയും തുറക്കും. ആമേൻ. അടുത്തിരിക്കുന്നവരോട് ആ മുഖത്ത് നോക്കി ആ കൈ പിടിച്ചിട്ട് പറ, ഹല്ലേലൂയ, ദൈവം വിളിച്ചാൽ അവൻ വഴി തുറക്കും. ഹല്ലേലൂയ. ദൈവം വിളിച്ചാൽ അവൻ വഴി തുറക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില ജീവിതങ്ങളുടെ മുമ്പിൽ ദൈവം വഴി തുറക്കുവാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ സമർപ്പണം, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്കുകൾ ഇന്നും നമ്മുടെ ഹൃദയത്തെ ഉണർത്തുന്നതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില ഹൃദയങ്ങളെ സ്വർഗം ആമേൻ തന്റെ ആത്മാവിനാൽ അതേ ശക്തീകരിക്കാൻ പോകുകയാ, ഉണർത്തുവാൻ പോകുകയാ. വിശ്വസിക്കുന്നവരാമൻ പറ. കർത്താവായ യേശുവിന്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാനും, ഹല്ലേലൂയ, ബന്ധിക്കപ്പെടുവാനും മരിക്കുവാനും ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് വെറും ആമേൻ ധൈര്യമല്ല, ഇത് പൂർണ്ണ സമർപ്പണമാണ്. ഹല്ലേലൂയ. കർത്താവേ, എന്റെ ജീവിതം നിനക്കുള്ളതാ. ആമേൻ. നിന്റെ ആമേൻ ഹിതം എവിടെയാണോ അവിടെയാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് നമുക്കും അങ്ങനെ പറയുവാൻ കഴിയുമോ? ഹല്ലേലൂയ. അതേ, ഭയമല്ല, വിശ്വാസമാണ് ആമേൻ തീരുമാനമെടുക്കേണ്ടത്. ഹല്ലേലൂയ. ഭയം എപ്പോഴും പിന്നോട്ട് വലിക്കും. ആമേൻ. വിശ്വാസം മുന്നോട്ട് നടത്തും. ആമേൻ. ഭയം പറയും നിനക്ക് കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. അതെ, വിശ്വാസം പറയും ദൈവം നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അതെ, ഭയം വാതിലുകൾ അടയ്ക്കും. ആമേൻ. ദൈവം പുതിയ വാതിലുകൾ തുറക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് തീരുമാനങ്ങൾ ഭയത്തിന്റെ അടിസ്ഥാനത്തിലല്ല, പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ എടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നാം ഈ ചിന്തിക്കുന്ന ആ വചനത്തിന്റെ മുമ്പിൽ ഒരു നിമിഷം ശാന്തമായി ഇരുന്നു കൊണ്ട് ഒന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുക, നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവം നിങ്ങളെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? ശാന്തമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനം അമ്മയെ നാം ശ്രദ്ധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുകയാണ്. ദൈവം നിങ്ങളെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? ആ വിളിയിൽ നിന്ന് നിങ്ങൾ ഓടുകയാണോ, അതോ ധൈര്യത്തോടെ മുന്നോട്ട് നടക്കുകയാണോ? കർത്താവ് ഇന്ന് പറയുന്നു, ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്നെ കുറിച്ചുള്ള ദൈവഗീതം. പ്രിയരെ, നാളിതുവരെ ആയിട്ടും ആ ദൈവഹിതം തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അമ്മേ, ഇന്ന് രാത്രി ആ ദൈവഹിതം തിരിച്ചറിഞ്ഞ് അമ്മേൻ അത് നിവർത്തിക്കുവാൻ ഭയപ്പെടരുത്. ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇന്ന് രാത്രി ചില ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആമേൻ. അതെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഭയത്തിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവഹിതം അറിഞ്ഞിട്ടും
ദൈവഹിതത്തിനൊത്തവണ്ണം മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത നിലകളിൽ അതേ ജീവിതങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഭയത്തിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. തലമുറയോടുള്ള ബന്ധത്തിൽ അവരെ ദൈവഹിതത്തിന് മുൻപോട്ട് അയക്കുവാൻ അതേ സമർപ്പിക്കപ്പെട്ടിട്ട് അവൻ ഏതൊക്കെയോ വിഷയത്തിനകത്ത് ആരെയോ അതേ ഭാര്യയോ ഭർത്താവിനെയോ മക്കളെയോ കൂടപ്പിറപ്പിനെയോ സഹോദരങ്ങളെയോ ഭയപ്പെട്ടിരിക്കുന്ന അവസ്ഥ ഇന്ന് രാത്രി അങ്ങനെയുള്ളവരുടെ ഭയം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവഹിതം ചെയ്യാനുള്ള ധൈര്യം ഓരോ ഹൃദയത്തിലും നിറയട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ചുവടുകളെ നയിക്കട്ടെ. നിങ്ങൾ ദൈവം ഒരുക്കിയ ആ ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ. പിന്നോട്ടല്ല, വിശ്വാസത്തിൽ മുന്നോട്ടാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന, നിങ്ങളെ ഭീതിപ്പെടുത്തുന്ന, നിങ്ങളെ ഭയപ്പെടുത്തുന്ന സകല മേഖലക്കകത്തു നിന്നോ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം മുൻപോട്ട് പോകുവാനുള്ള ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുവാനുള്ള ഉയരത്തിന്റെ ശക്തി ജീവിതങ്ങളിലെ ഇന്ന് രാത്രി വെളിപ്പെടുകയാ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഓ റിഗബബ ശബ്ദരാധന ദിഗൽ ഖമനഗദരഗസി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എത്ര പേർ ആമേൻ പറയും? ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയരെ, തെറ്റിദ്ധരിക്കപ്പെട്ടാലും ആമേൻ അതെ ദൈവത്തെ വിശ്വസ്തമായി പിന്തുടരുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവഹിതം അറിഞ്ഞിട്ട് ആ ദൈവഹിതത്തിനൊത്തവണ്ണം ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുമ്പോൾ പലരും പലതും പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. പലർക്കും തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നു. ആമേൻ. തെറ്റിദ്ധരിക്കപ്പെട്ടാലും ദൈവത്തെ വിശ്വസ്തമായി പിന്തുടരുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലെ വചനചിന്തയുടെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ആമേൻ നാം പ്രവേശിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 21-ാം അധ്യായം അതിന്റെ 15 മുതൽ 26 വരെയുള്ള വേദഭാഗമാണ് നാം ചിന്തിപ്പാനായി പോകുന്നത്. വായിച്ചാലും അവിടുത്തെ താമസം കഴിഞ്ഞിട്ട് ഹല്ലേലൂയ. ആമേൻ. ഒന്നാം വാക്യം മുതൽ നാം വായിച്ചപ്പോൾ ആമേൻ അവരെ വിട്ട് പൗലോസ് മുമ്പോട്ട് യാത്ര പോകുകയാണ്. ആ യാത്രയിൽ ആമേൻ അനുഭവിക്കുവാൻ പോകുന്ന ആമേൻ ചില വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. എന്നാൽ ദൈവഹിതം ആമേൻ ചെയ്യുവാൻ അതേ ഭയപ്പെടാതെ ധൈര്യമായി മുമ്പോട്ട് പോകുമ്പോൾ ദൈവം പൗലോസിനോട് കൂടെ ഇരിക്കുകയാ, പുതു വഴികൾ തുറക്കുകയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ നാം രണ്ടാം ഭാഗത്തില് ആമേൻ കേൾക്കുന്നത് ആമേൻ അവിടം വിട്ട് അവിടുത്തെ താമസം കഴിഞ്ഞിട്ട് അല്ലേ? നമ്മളൊക്കെ അങ്ങനല്ലേ? ആമേൻ. കുറെ കാലം ഒരിടത്ത് താമസിക്കും. ഹല്ലേലൂയ. പിന്നീട് ആമേൻ ജോലി സംബന്ധിച്ച് ആമേൻ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ ഇതുവരെ താമസിച്ചെടുത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറേണ്ടതായി വരുന്നു. ആമേൻ. വാടകയ്ക്ക് താമസിക്കുന്ന എന്നെ പോലുള്ള അനേകരുണ്ട്. ഹല്ലേലൂയ. ആമേൻ. വാടകയുടെ എഗ്രിമെന്റ് കഴിയുമ്പോൾ ഹല്ലേലൂയ ഒരു പക്ഷേ തുടർന്ന് വീട് ആമേൻ നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ മറ്റു വീട് തേടി പോകേണ്ടതായി വരുന്നു. ഹല്ലേലൂയ. പ്രിയരെ, ഒരു നാൾ നമ്മുടെതെന്ന് നാം ചിന്തിക്കുന്നത് വിട്ട് കാഹളം മുഴങ്ങുമ്പോൾ ഇവിടുന്ന് പോകേണ്ടവരാണ് ഞാനും നിങ്ങളും. ആ വിശ്വാസമുള്ളവർ, ആ പ്രത്യാശയുള്ളവർ, ആ ഉറപ്പുള്ളവർ, ഇന്ന് രാത്രി ധൈര്യമുള്ളവർ ആമേൻ ശബ്ദമുയർത്തി ആ കരങ്ങളെ ഉയർത്തി നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വായിച്ചാൽ ഞങ്ങൾ യാത്രയ്ക്ക് കോപ്പ് കൂട്ടി യെരൂശലേമിലേക്ക് പോയി. കൈസരിയിലെ ശിഷ്യന്മാർ ചിലർ ഞങ്ങളോട് കൂടെ പോന്നു. ആമേൻ. കൂടാൻ ചിലരുണ്ടായിരുന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്ന് നീ ഒറ്റയ്ക്കായിരിക്കുക ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഒറ്റയ്ക്ക് വിശ്വാസത്തിന് വേണ്ടി ആമേൻ ദൈവഹിതത്തിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കുന്ന ജീവിതങ്ങളോട് പറയാം, എന്ന് നീ
ഒറ്റയ്ക്കായിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നോട് കൂടെ പാർക്കുവാൻ, നിന്നോട് കൂടെ സഞ്ചരിക്കുവാൻ, നിന്നോട് കൂടെ യാത്ര ചെയ്യുവാൻ, അവൻ നിന്നോട് കൂടെ ദൈവത്തെ ആരാധിപ്പാൻ ചിലരെ ചേർക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തിക്കായി നന്ദിയോടെ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. കുപ്രസ്തുകാരനായ മാൻസോൾ എന്ന ഒരു പഴയ ശിഷ്യനോടുകൂടെ അതിഥികളായി പാർക്കേണ്ടതിന് ഞങ്ങളെ അവന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ട് നോക്കിക്കേ, ദൈവഹിതത്തിന് വേണ്ടി നിൽക്കുന്നവനെ അവൻ ദൈവം ബന്ധങ്ങൾ അവൻ ഉണ്ടാക്കി കൊടുക്കുകയാ. അവൻ കൂട്ടിക്കൊണ്ടുപോകുവാൻ, ഹല്ലേലൂയ, പാർപ്പിക്കുവാൻ, ഹല്ലേലൂയ. ആമേൻ. പ്രിയ ദൈവമക്കളെ, ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളിൽ ഒന്ന് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് കുറ്റപ്പെടുത്തുന്ന. ഹല്ലേലൂയ. ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളിൽ ഒന്ന് എന്തുവാ? സ്തോത്രം. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് അവൻ കുറ്റപ്പെടുത്തപ്പെടുന്നതാണ്. നമ്മുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി കാത്തുകൊണ്ടിരിക്കുമ്പോഴും ഹല്ലേലൂയ, ചിലർ നമ്മെ തെറ്റായി മനസ്സിലാക്കും. ആമേൻ. നമ്മുടെ ഉദ്ദേശത്തെ സംശയിക്കും. ആമേൻ. നമ്മുടെ ശുശ്രൂഷയെ വിമർശിക്കും. ഹല്ലേലൂയ. അതാണ് പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ആമേൻ. യെരൂശലേമിൽ എത്തിയപ്പോൾ അവനെ കുറിച്ച് പല അഭ്യൂഹങ്ങളും പറഞ്ഞിരുന്നു. ഇന്ന് രാത്രി നീ ആയിരിക്കുന്ന ദേശത്ത് ആമേൻ നിന്നെ കുറിച്ച് പല അഭ്യൂഹങ്ങളും പരത്തുന്നുണ്ടാകാം. ആമേൻ. നിന്റെ ജോലിയെ കുറിച്ച്, ആമേൻ, നിന്റെ ജീവിതത്തെ കുറിച്ച് ആമേൻ വിമർശിക്കുന്നവരുണ്ടാകാം. നിന്റെ നല്ല ഉദ്ദേശത്തെ സംശയിക്കുന്നവരുണ്ടാകാം. നിന്നെ അതേ തെറ്റായി മനസ്സിലാക്കുന്നവരുണ്ടാകാം. ഹല്ലേലൂയ. എന്നാൽ ശ്രദ്ധിക്കുക, പൗലോസ് അപ്പോസ്തലൻ ഹല്ലേലൂയ കോപിച്ചില്ല. ആമേൻ. ഇതുപോലെയുള്ള ചില വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന ജീവിതമേ, പല അഭ്യൂഹങ്ങളും നിനക്കെതിരെ പരക്കുമ്പോൾ, ആമേൻ, യെരൂശലേമിൽ എത്തിയപ്പോൾ പൗലോസിനെ കുറിച്ച് ചില അഭ്യൂഹങ്ങൾ പരന്നു. പൗലോസിന്റെ ജീവിതത്തിൽ അവന്റെ ശുശ്രൂഷയെ വിമർശിച്ചവരുണ്ട്. അവന്റെ ഉദ്ദേശത്തെ സംശയിച്ചവരുണ്ട്. അവനെ തെറ്റായി മനസ്സിലാക്കിയവരുണ്ട്. ഹല്ലേലൂയ. അവരുടെ മുമ്പിൽ ആമേൻ ഒരിക്കലും ആമേൻ അതേ പൗലോസ് കോപിച്ചില്ല, വഴക്കിട്ടില്ല, സ്വയം ഉയർത്താൻ ശ്രമിച്ചില്ല. അവൻ താഴ്മയോടെ പെരുമാറി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ജീവിതമേ, ദൈവഹിതം നിറവേറ്റുവാൻ ഭയപ്പെടരുത്. ഹല്ലേലൂയ. പൗലോസിനെ അതേ ഭയപ്പെടുത്തുകയല്ല, പൗലോസിനെ ആ ദൈവഹിതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ. ഹല്ലേലൂയ. അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, അവൻ യെരൂശലേമിൽ എത്തിയപ്പോൾ അവനെ കുറിച്ച് പല അഭ്യൂഹങ്ങളും പരന്നു എന്ന്. ഹല്ലേലൂയ. ആമേൻ. ആത്മീയ പക്വത വിമർശനത്തിന് മറുപടി പറയുന്ന രീതിയിലാണ് കാണുന്നത്. ഹല്ലേലൂയ. എല്ലാ വിമർശനത്തിനും മറുപടി പറയേണ്ട ആവശ്യമില്ല പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ നമ്മുടെ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ മറുപടി. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കുറിച്ച് കള്ളസാക്ഷ്യം പറഞ്ഞപ്പോൾ അവൻ എല്ലായിടത്തും വാദിച്ചില്ല. ആമേൻ. പിതാവിന്റെ ഇഷ്ടത്തിന് അവൻ സ്വയം ഏൽപ്പിച്ചു. ഹല്ലേലൂയ. നമ്മളും അങ്ങനെ ആമേൻ ജീവിക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. പ്രിയരെ, താഴ്മ ബലഹീനതയല്ല. പൗലോസ് സഭാ നേതാക്കളുടെ ഉപദേശം സ്വീകരിച്ചു. അവൻ തന്റെ അവകാശങ്ങൾക്ക് വേണ്ടി വാശി പിടിച്ചില്ല. ഇന്ന് പല കുടുംബങ്ങളിലും ആമേൻ ചിലര് വാശി പിടിക്കാറുണ്ട്. ആമേൻ. ബൈബിളിൽ തന്നെ യേശു കർത്താവ്
ഒരപ്പന്റെ 2 മക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ഇളയ മകൻ അപ്പനോട് വാശി പിടിച്ച സ്വത്ത് മേടിച്ചു പോയത് നമുക്കറിയാം. ഹല്ലേലൂയ. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കായി ഞാൻ പറയാം. ആമേൻ. ചിലതൊക്കെ വാശി പിടിച്ചാൽ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വാശി പിടിച്ച് വാങ്ങിക്കുന്നതൊന്നും ജീവിതത്തിൽ ഉപകാരപ്പെടുത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ അവൻ സഭയുടെ ഐക്യത്തിന് വില നൽകി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് സഭയ്ക്ക് ഏറ്റവും ആവശ്യമുള്ളത് കഴിവുള്ള ആളുകളെ മാത്രമല്ല, താഴ്മയുള്ള ആളുകളെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹൃദയങ്ങളിൽ ആമേൻ ശക്തിയായി ഹല്ലേലൂയ അതെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഐക്യത്തിന് വേണ്ടി ചില ത്യാഗങ്ങൾ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാം നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കില്ല. ആമേൻ. ചിലര് വാശി പിടിക്കാറില്ലേ? ആമേൻ. ഞാൻ പറയുന്നത് എന്റെ ഇഷ്ടം മാത്രമേ ഇവിടെ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. ഗെത്സമനയില് ആമേൻ പുത്രൻ ആമേൻ തമ്പുരാൻ ആമേൻ എന്റെ ഇഷ്ടം ആമേൻ തന്റെ ഇഷ്ടം പറഞ്ഞു നോക്കി. ഹല്ലേലൂയ. ആമേൻ. അകത്തടത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടപ്പോൾ ആമേൻ എന്റെ ഇഷ്ടമല്ല കർത്താവേ, അവിടുത്തെ ഇഷ്ടമെന്നിൽ നിറവേറണമേ. പിതാവേ, എന്റെ ഇഷ്ടമല്ല, ഓ ദൈവഹിതം നിറവേറ്റുവാൻ ഭയപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാണനെ ഭരമേൽപ്പിക്കുവാൻ പോകുകയാണ്. ആമേൻ. ജീവിതം ക്രൂശിൽ യാഗമാകുവാൻ പോകുകയാണ്. അതോർക്കുമ്പോൾ ഹല്ലേലൂയ ഭയമാണ് കടന്നു വരുന്നത്. ഹല്ലേലൂയ. എന്നാൽ ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ദൈവപുത്രന്റെ മുമ്പിൽ പുതുവഴികൾ തുറക്കപ്പെട്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ദൈവഹിതത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെടുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാം നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കില്ല. ചിലപ്പോൾ സമാധാനത്തിന് വേണ്ടി വിട്ടുകൊടുക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് പരാജയമല്ല, അത് ആത്മീയ പക്വതയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ, യേശുവും തന്റെ മഹത്വം വിട്ട് ദാസരൂപം സ്വീകരിച്ചു. ആമേൻ. പൗലോസും തന്റെ സ്വാതന്ത്ര്യം വിട്ട് മറ്റുള്ളവരുടെ നന്മ അന്വേഷിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ താഴ്മ ധരിക്കുന്നത് പക്വതയാണ്. ഹല്ലേലൂയ. അതെ, മൗനം പാലിക്കുന്നത് പക്വതയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കാരണം ദൈവം ഹൃദയമാണ് നോക്കുന്നത്. മനുഷ്യർ ആമേൻ പുറമെയുള്ള ആമേൻ കാഴ്ച നോക്കും. ഹല്ലേലൂയ. പുറമെയുള്ള ഭംഗി നോക്കും, പുറമെയുള്ള രൂപം നോക്കും. എന്നാൽ ഇതൊന്നുമല്ല ദൈവം നോക്കുന്നത്. ദൈവം നോക്കുന്നത് ഹൃദയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളെ കുറിച്ച് ആളുകൾ എന്തു പറയുന്നു എന്നതല്ല പ്രധാനം, ദൈവം നിങ്ങളെ കുറിച്ച് എന്തു പറയുന്നു എന്നതാണ് പ്രധാനം. പ്രൈസ് ദി ലോർഡ്. അതിനാൽ ഹല്ലേലൂയ ജനങ്ങളുടെ പ്രശംസയ്ക്ക് വേണ്ടി ജീവിക്കരുത്, ജനങ്ങളുടെ കയ്യടിക്ക് വേണ്ടി ജീവിക്കരുത്, ഓ ജനങ്ങളെ സന്തോഷിപ്പിക്കാനായി ജീവിക്കരുത്. ആമേൻ. ദൈവത്തിന്റെ പ്രസാദത്തിന് വേണ്ടി ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് അനേകര് ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നവരുണ്ട്, മക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. നാട്ടുകാരെയും വീട്ടുകാരെയും കൂട്ടുകാരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. വചനം പറയുന്നത് ആമേൻ എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ മക്കളെയോ. ഹല്ലേലൂയ. 3 സുവിശേഷത്തിൽ അങ്ങനെയാ. എന്നാൽ ഒരു സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു ഭാര്യയെ. ഹല്ലേലൂയ. ആമേൻ. അപ്പനെ അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ സത്യ വേദപുസ്തകം പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് അപ്പനെ വിട്ട് അമ്മയെ വിട്ട് ഭാര്യയോട് പറ്റിച്ചേർന്നിരിക്കുന്നവരോട് പുതിയ നിയമത്തിൽ ആമേൻ കർത്താവ് പറയുകയാണ്, എന്നേക്കാൾ അധികം ഭാര്യയോ
അപ്പനെയോ അമ്മയെയോ മക്കളെയോ അമ്മേ സ്നേഹിക്കുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. Praise the Lord. അതുകൊണ്ട് ഹല്ലേലൂയ, അതെ, ജനങ്ങളുടെ പ്രശംസയ്ക്ക് വേണ്ടി ജീവിക്കരുത്. ദൈവത്തിന്റെ പ്രസാദത്തിന് വേണ്ടി ജീവിക്കുക. വിശുദ്ധ ബൈബിളില് കനാവിലെ കല്യാണ വീട്ടില് ആമേൻ യേശുവും യേശുവിന്റെ അമ്മയും യേശുവിന്റെ ശിഷ്യന്മാരും അടങ്ങുന്ന ആ വിവാഹ വേദിയിൽ, ആ വിവാഹ ഭവനത്തിൽ ആമേൻ അവരുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റി. ഹല്ലേലൂയ. അവിടെ ആമേൻ ഒരു പ്രശ്നം ആമേൻ രൂപപ്പെടുമ്പോൾ ആ പ്രശ്നത്തെ സോൾവ് ചെയ്യുവാൻ ആമേൻ യേശുവിന്റെ ഈ ലോകത്തിലെ അമ്മയായ മറിയ ഇടപെടുകയാണ്. അമ്മയും വീട്ടിലുള്ളവരും തമ്മിൽ കുശല പ്രശ്നങ്ങൾ നടത്തി. ഹല്ലേലൂയ. ആമേൻ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് ഹല്ലേലൂയ ആമേൻ യേശുവിന്റെ അമ്മയായ മറിയ ആ വീട്ടിലെ വിഷയവുമായിട്ട് യേശുവിന്റെ അടുത്തേക്ക് ചെന്നപ്പോ യേശു പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത് പ്രശ്നം? ഹല്ലേലൂയ. അവിടെ ആമേൻ അവിടെയുള്ള ആ കുടുംബത്തിന്റെ പ്രശംസയ്ക്ക് വേണ്ടി ആമേൻ യേശു ഒന്നും ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഓ, അമ്മയാണത്, അമ്മയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഹല്ലേലൂയ അമ്മയ്ക്കൊരു പ്രശംസ ഇരിക്കട്ടെ എന്ന് ചിന്തിച്ച യേശു ഒന്നും ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ പ്രസാദത്തിനു വേണ്ടി യേശു ആമേൻ സമയമായപ്പോൾ ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഒന്ന് ഇന്ന് രാത്രി നാം ഒന്ന് നമ്മെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ രണ്ടാം ഭാഗം ആമേൻ ഹല്ലേലൂയ നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആമേൻ ഒന്നാത്മ പരിശോധന ആമേൻ നടത്തേണ്ടിയിരിക്കുന്നു. ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? പ്രശ്നം. അതുകൊണ്ട് നിങ്ങൾ തളർന്നു പോയോ? ഇന്ന് കർത്താവ് പറയുന്നു, നിന്റെ ഹൃദയം എനിക്കറിയാം, നിന്നെ ഞാൻ കണ്ടിരിക്കുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ അറിയുന്നു, നിന്റെ വിശ്വസ്തത ഞാൻ മറക്കുകയില്ല. ഹല്ലേലൂയ. അക്കരമുയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നിന്റെ ഹൃദയം കർത്താവ് പറയാ, എനിക്കറിയാം. ഹല്ലേലൂയ. ആരെങ്കിലും ആമേൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? യേശുവിനെ തെറ്റിദ്ധരിച്ചവരുണ്ട്, അല്ലേ? സ്തോത്രം. വേശ്യപുത്രനാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ബേത്സലൂബിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്ന് പറഞ്ഞു, അല്ലേ? അതുകൊണ്ടൊന്നും യേശു തളർന്നു പോയില്ല. ദൈവഹിതം നിറവേറ്റുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ജീവിതമേ, നിന്നെ തെറ്റിദ്ധരിക്കുന്നവരുണ്ടാകാം, നിന്നെ തളർത്തുന്നവരുണ്ടാകാം, നിന്നെ ക്ഷീണിപ്പിക്കുന്നവരുണ്ടാകാം, നിന്നെ അകറ്റി നിർത്തുന്നവരുണ്ടാകാം. ഹല്ലേലൂയ. അവരുടെ മുമ്പിൽ യേശു കർത്താവ് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ, പിതാവേ, എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറുവാൻ ഞാനിതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സമർപ്പിച്ചതുപോലെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആമേൻ കോപിക്കാതെ, വഴക്കിടാതെ, ദൈവഹിതത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടതുപോലെ ഇന്ന് രാത്രി ആര് സമർപ്പിക്കപ്പെട്ടു? ഹല്ലേലൂയ. ആമേൻ. കർത്താവ് പറയാ, നിന്റെ ഹൃദയം എനിക്കറിയാം, ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ അറിയുന്നു, നിന്റെ വിശ്വസ്തത ഞാൻ മറക്കുകയില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചില ജീവിതങ്ങളോട് ഇന്ന് രാത്രി ഞാൻ പ്രഖ്യാപിക്കുന്നു, തെറ്റുധാരണകളാൽ തകർന്ന ഹൃദയങ്ങൾ
ഓ ജീസസ്. അകത്തടത്തിലെ മുറിവുകൾ പുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. തെറ്റിദ്ധാരണകളാൽ തകർന്ന ഹൃദയങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ക്ഷമിക്കുവാൻ കഴിയാത്തവർക്ക് ക്ഷമിക്കുവാനുള്ള കൃപ ലഭിക്കട്ടെ. താഴ്മയുടെ ആത്മാവ് നിങ്ങളുടെ ജീവിതങ്ങളിൽ നിറയട്ടെ. സഭകളിലും കുടുംബങ്ങളിലും ഐക്യം പുനഃസ്ഥാപിക്കട്ടെ. മനുഷ്യരുടെ അംഗീകാരത്തെക്കാൾ ദൈവത്തിന്റെ പ്രസാദം അന്വേഷിക്കുന്ന ഹൃദയം ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മെ യേശുവിനെ പോലെ വിനയമുള്ളവരാക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എതിർപ്പുകൾക്കിടയിലും ദൈവം നിന്നെ കൈവിടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില എതിർപ്പുകളുടെ നടുവിലൂടെ കടന്നു പോകുന്ന ചില ജീവിതങ്ങൾ ഇന്ന് രാത്രി ഈ ലൈവിനകത്തുണ്ടല്ലോ. ഹല്ലേലൂയ. ആമേൻ. കുടുംബത്തിനകത്ത് നിന്ന് ചില എതിർപ്പുകൾക്കിടയിലൂടെ ആമേൻ മുമ്പോട്ട് പോകുന്ന ചില ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് കാണുകയാ. ഹല്ലേലൂയ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള എതിർപ്പുകളിലൂടെ കടന്നു പോകുന്ന ചില ജീവിതങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കാണുകയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ, കർത്താവ് നിങ്ങളെ നോക്കി പറയുന്നു, ഓ മകനെ, മകളെ, നിന്റെ ഹൃദയം എനിക്കറിയാം. ഒരുപക്ഷെ അപ്പൻ അറിയത്തില്ല, അമ്മയ്ക്ക് അറിയത്തില്ല, കൂടപ്പറപ്പിന് അറിയത്തില്ല, സഹോദരങ്ങൾക്ക് അറിയത്തില്ല, സഹോദരിക്ക് അറിയത്തില്ല, ഭർത്താവിന് അറിയത്തില്ല, ഭാര്യയ്ക്ക് അറിയത്തില്ല, ഉലകത്തിൽ ആർക്കും അറിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി കർത്താവ് വേദനിക്കുന്ന, തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന, അവൻ ഏതൊക്കെയോ വിഷയത്തിനകത്ത് തകർന്നിരിക്കുന്ന ചില ജീവിതങ്ങളോട് ഇന്ന് രാത്രി ആഴത്തിൽ ഇടപെടുകയാ. ഓ നിന്റെ ഹൃദയം എനിക്കറിയാം. നിന്നെ ഞാൻ കണ്ടിരിക്കുന്നു. നിന്റെ കണ്ണുനീർ ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. നിന്റെ വിശ്വസ്തത ഞാൻ മറക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സഭകളിലും കുടുംബങ്ങളിലും ഐക്യം പുനഃസ്ഥാപിക്കപ്പെടട്ടെ. ഓ തകർന്നു കിടക്കുന്ന ചില കുടുംബ ജീവിതങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടട്ടെ. ഓ ഷാരാഖബബ ശാന്തരാധന ചുനമല ഹദുരി ദിഗൽ കമലഗദരഗസി. തന്റേതല്ലാത്ത കാരണത്താൽ ആമേൻ വേർപിരിഞ്ഞു പോയ ചില കുടുംബ ജീവിതങ്ങളുടെ ബന്ധങ്ങൾ അത്തിക്കൂഭാരങ്ങളെ ജീവിപ്പിക്കുവാനാക്കിയ യഹോവയുടെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി, ആ വചനത്തിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ. ആമേൻ. മനുഷ്യരുടെ അംഗീകാരത്തെക്കാൾ ദൈവത്തിന്റെ പ്രസാദം അന്വേഷിക്കുന്ന ഹൃദയം ഓരോരുത്തർക്കും ലഭിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മെ യേശുവിനെ പോലെ വിനയമുള്ളവരാക്കട്ടെ. ഹല്ലേലൂയ. പ്രിയരെ, എതിർപ്പുകൾക്കിടയിലും ദൈവം നിന്നെ കൈവിടുകയില്ല. ഇന്ന് രാത്രി ചിലരെ നോക്കി ആമേൻ പ്രവചിക്കുവാൻ കർത്താവ് പറയുന്നു, എതിർപ്പുകൾക്കിടയിലും ദൈവം നിന്നെ കൈവിടുകയില്ല. വിശ്വാസമുള്ളവർ സ്വീകരിച്ചോ? ആമേൻ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്ത് പറ, എതിർപ്പുകൾക്കിടയിലും ദൈവം നിന്നെ കൈവിടുകയില്ല. യു ആർ ഡിഫറന്റ്. നീ ഒരു വ്യത്യസ്തനാ. ഹല്ലേലൂയ. നിന്നെ ഒരു വ്യത്യസ്തനാക്കി ആമേൻ ഈ ഭൂമിയുടെ പരപ്പിൽ നിന്നിലൂടെ ദൈവം ആരെന്ന് വെളിപ്പെടുത്തുവാൻ പോകുകയാ. ആമേൻ. ഒരു കാലത്ത് ദൈവത്തിന് വേണ്ടി
ധീരതയോടെ നിന്ന് ആമേൻ പിതാക്കന്മാരുടെ തലമുറ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പോയത് കൊണ്ട് ആമേൻ അവരുടെ കുടുംബങ്ങളിൽ പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ, എന്തു ചെയ്യണമെന്നറിയാതെ പരസ്പരം കുറ്റപ്പെടുത്തി ആമേൻ എതിർപ്പുകളുടെ നടുവിൽ പലരും ആമേൻ ജീവിതം ആമേൻ അവസാനിപ്പിക്കുമ്പോ ഇന്ന് രാത്രി നിന്റെ ജീവിതം അങ്ങനെ അവസാനിപ്പിക്കുവാനുള്ളതല്ല. എതിർപ്പുകളുടെ നടുവിൽ ദൈവം നിന്നെ കൈവിടുകയില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 21-ാം അധ്യായം അതിന്റെ 27 മുതൽ 40 വരെയുള്ള വേദഭാഗം ആമേൻ ഈ ആമേൻ സന്ദേശത്തിന്റെ 3-ാം ഭാഗത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്, ആമേൻ, ത്രിയേക ദൈവം. ഹല്ലേലൂയ. പ്രാരംഭത്തിൽ ദൈവം നമ്മോട് കൃത്യമായി ഇടപെട്ടു. ആമേൻ. 2-ാം ഭാഗത്തും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരുന്നു. ഇതാ 3-ാം ഭാഗത്തിലേക്ക് നാം എത്തിയിരിക്കുകയാ. ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവം ആഴത്തിൽ ചില ജീവിതങ്ങളോട് ഇടപെടുവാൻ പോകുകയാ. വെള്ളത്തിന്മേൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചില ഹൃദയങ്ങളിൽ പരിവർത്തിക്കുവാൻ പോകുകയാ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ സ്വർഗത്തിലെ ദൈവം പാഴായി ശൂന്യമായി പോയ ഭൂമിയെ നിരസിച്ചു കളയാതെ അവൻ പുകയുന്ന തിരിയെ കെടുത്താത്ത ദൈവം, ചതഞ്ഞ ഓടയെ നിരസിച്ചു കളയാത്ത ദൈവം ഇന്ന് രാത്രി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിതമേ, ഹല്ലേലൂയ, ചതഞ്ഞിരുന്ന അനുഭവത്തിലൂടെ കടന്നുപോയ ജീവിതമേ, ഹല്ലേലൂയ. പലരും നിന്നെ നിരസിച്ചേക്കാം, പലരും നിന്നെ ഉപേക്ഷിച്ചേക്കാം, പലരും നിന്നെ വേണ്ട എന്ന് വെച്ചേക്കാം, പലരും നിന്നെ അകറ്റി നിർത്തിയേക്കാം, പലരും നിന്നെ തെറ്റിദ്ധരിച്ചേക്കാം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കര അവൻ നിന്നെ തലോടാൻ പോകുക. വിശ്വസിക്കുന്നവർ ഇരു കരവും അടിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ശരകപ ശബ്ദരാധന രീഗൽ കമനഗദരഗസി വായിച്ച. ഹല്ലേലൂയ. ആ 7 ദിവസം തീരാറായപ്പോൾ ആ 7 ദിവസം തീരാറായപ്പോൾ ആസയിൽ നിന്ന് വന്ന യഹൂദന്മാർ അവനെ ദേവാലയത്തിൽ കണ്ടിട്ട് പുരുഷാരത്തേക്ക് ഇളക്കി അവനെ പിടിച്ചു കേട്ടോ. ഹല്ലേലൂയ. പ്രിയരെ, വളരെ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ദൈവം തൊട്ട് ആമേൻ ഈ ലോകം വേണ്ട എന്ന് തീരുമാനിച്ച് ദൈവഹിതത്തിന് വേണ്ടി ആഴമേറിയ സമർപ്പണത്തോടെ ആമേൻ മുമ്പോട്ട് ചുവടുവെക്കുന്ന പൗലോസിനെ വിടാതെ കൊണ്ട് പിന്തുടരുന്ന ആമേൻ ചില മേഖലയ്ക്കകത്ത് നിന്ന് ആമേൻ സമയങ്ങളിൽ ദൈവം തന്റെ കൃപ കൊടുത്ത് തന്റെ ആത്മാവിനെ ശക്തീകരിച്ചു വരുമ്പോൾ ഹല്ലേലൂയ വിടാതെ കണ്ട് ആമേൻ പിന്തുടരുന്ന ചില ആമേൻ പ്രശ്നങ്ങൾ. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥിച്ചിട്ട് കർത്താവിന് വേണ്ടി ജീവിച്ചിട്ട് ക്രിസ്ത്യാനി ആണെന്നുള്ള പേര് ഒക്കെ ഉണ്ടായിട്ട് വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ, കുടുംബപരമായ ജീവിതത്തിൽ ആമേൻ പുറത്ത് ആരും കേൾക്കുവാൻ ആമേൻ ഇഷ്ടപ്പെടാത്ത നിലയിലുള്ള ചില വിഷയങ്ങളിലൂടെ ആമേൻ മുമ്പോട്ട് പോകുന്ന ചില ജീവിതങ്ങളോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. ആമേൻ. വായിച്ചാട്ടെ. ഇസ്രായേൽ പുരുഷന്മാരെ സഹായിപ്പിൻ. ഇവനാകുന്നു ജനത്തിനും ന്യായപ്രമാണത്തിനും ഈ സ്ഥലത്തിനും വിരോധമായി എല്ലായിടത്തും എല്ലാവരെയും ഉപദേശിക്കുന്നവൻ. അവൻ യവനന്മാരെയും ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഈ വിശുദ്ധ സ്ഥലം തീറ്റിച്ചു കളഞ്ഞു. നോക്കണമേ പ്രിയ ദൈവമക്കളെ, ദൈവഹിതത്തിൽ നടക്കുമ്പോൾ എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കണമെന്നില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടുകാര് നിങ്ങളെ മനസ്സിലാക്കണമെന്നില്ല, നിങ്ങളുടെ കൂട്ടുകാര്
നിങ്ങൾ മനസ്സിലാക്കണമെന്നില്ല. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ഭക്തനായ ഇയ്യോബിന്റെ ഭാര്യ ആമേൻ ഇയ്യോബിനെ എന്ത് ചെയ്തില്ല? മനസ്സിലാക്കിയില്ല. പലപ്പോഴും ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദിനെ തന്റെ ഭാര്യയായ മീകൾ എന്ത് ചെയ്തില്ല? മനസ്സിലാക്കിയില്ല. ഹല്ലേലൂയ. ആമേൻ. ലോത്തിന്റെ ഭാര്യ ആമേൻ അതെ ലോത്തിനെ ആമേൻ മനസ്സിലാക്കിയില്ല. ആമേൻ. സഹോദരപുത്രനായ ലോത്ത് ആമേൻ ദൈവശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച ആമേൻ അബ്രഹാമിന്റെ കൂടെയാ വളർന്നത്. അബ്രഹാമിന്റെ സഹോദരന്റെ മകനാ. ഹല്ലേലൂയ. അങ്ങനെ അബ്രഹാമിന്റെ സഹോദര മകനായ ലോത്ത് ഹല്ലേലൂയ ഇഷ്ടപ്രകാരം പോയി. ഇന്ന് അങ്ങനെയാ. ആത്മീയ കുടുംബത്തിൽ ജനിച്ചതാ. ആമേൻ. പിതാക്കന്മാരുടെ ചരിത്രം നോക്കിയ അവരൊക്കെ ഒരു കാലത്ത് കർത്താവിന് വേണ്ടി ആമേൻ വയറ് മുറുക്കിയെടുത്ത് ആമേൻ കണ്ണുനീരോടെ കർത്താവിന്റെ ആ ഹിതം നിറവേറ്റുവാൻ ഭയം കൂടാതെ ഓടിയവരാണ്. അങ്ങനെ ഓടിയവരുടെ കൊച്ചുമക്കൾ ആമേൻ അങ്ങനെ ഓടിയവരുടെ തലമുറകൾ ആമേൻ പലതിനെ ഭയപ്പെട്ട് ആമേൻ ആ സത്യം ആമേൻ ഉപേക്ഷിച്ച് ആമേൻ പോയത് കൊണ്ട് ഹല്ലേലൂയ. നോക്കണേ, അബ്രഹാമിന്റെ കൂടെയായിരുന്ന സഹോദര പുത്രനായ ലോത്ത് ആമേൻ എന്തിന്റെ പേരില ആമേൻ നീ വനത്തോട്ടെങ്കിൽ ഞാൻ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് ആമേൻ അതെ പോയ ലോത്ത് ആമേൻ നീരോട്ടമുള്ള ആമേൻ ദേശത്തൂടെ സഞ്ചരിച്ചു. ഹല്ലേലൂയ. കാശുണ്ട് കേട്ടോ. ആമേൻ മണിമാളികയുണ്ട് കേട്ടോ. ആമേൻ മനുഷ്യർ കാണുവാൻ തക്കവണ്ണം ഒത്തിരി ആമേൻ ഉണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഉണ്ടാക്കാൻ പറ്റുന്ന പ്രായത്തിൽ ഇഷ്ടം പോലെ ഉണ്ടാക്കി. ആമേൻ. അങ്ങനെ ഇരിക്കുമ്പോ ഒരു സുപ്രഭാതത്തിൽ അബ്രഹാമിന്റെ അടുത്തേക്ക് ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് പറയുക, നിന്റെ സഹോദര പുത്രനായ ലോത്ത് നിന്നോട് വഴക്കിട്ട് പോയ ദേശമില്ലേ? ആമേൻ. ദൈവം കണ്ടു. ആ ദേശത്തിന്റെ സ്ഥിതി മോശമാ. ആമേൻ. ന്യായവിധി അയക്കാൻ പോകുക. ആ ദേശം നശിപ്പിക്കാൻ പോകുക. അതിനു മുമ്പ് ഹല്ലേലൂയ അവൻ അതിനു മുമ്പ് അവൻ നിന്റെ സഹോദര പുത്രൻ അവൻ രക്ഷപ്പെടാൻ വേണ്ടി ആത്മഭാരമുള്ള അവൻ സഹോദര പുത്രനെ കുറിച്ച് ആത്മഭാരമുള്ള ഹല്ലേലൂയ അബ്രഹാം ഉണ്ടല്ലോ, ദൈവ സന്നിധിയിൽ കയറി നിലവിളിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. സ്വന്തത്തിലുള്ളവർ ബന്ധത്തിലുള്ളവർ അവൻ തകർച്ച കേൾക്കുമ്പോ സങ്കടകരമായ അനുഭവം കേൾക്കുമ്പോ അവൻ ദൈവ സന്നിധിയിൽ കയറി നിലവിളിക്കുന്നത് കൊണ്ട് ഇന്നും നീ ജീവനോടിരിക്കുന്നത്. ആ അകപ്പെട്ട് തകർന്നു പോകാതിരിക്കുന്നത്, അവൻ സ്വയം ജീവിതം അവസാനിക്കാതെ നിലനിൽക്കുന്നത്. ഇന്ന് രാത്രി ആരൊക്കെയോ നിനക്ക് വേണ്ടി എവിടെയൊക്കെയോ നിലവിളിക്കുന്നുണ്ട്. ആ നിലവിളിയുടെ മറുപടിയാണ് ഇന്ന് രാത്രിയിലും നീ ജീവനോടെ ഇരുന്ന് ഈ സന്ദേശം കേൾക്കുക. ദൈവം നിന്റെ കാതുകൾക്ക് അവസരം ഒരുക്കിയിരിക്കുന്നത്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയരെ, സഹോദരപുത്രനായ ലോത്ത് ആയിരിക്കുന്ന സൊദോം ഗൊമോറ അവൻ കത്തുന്നതിന് മുമ്പ് അവൻ ദൈവത്തിന്റെ ദൂതന്മാർ ചെന്ന് പറഞ്ഞു, ഓടിക്കോ. ഇന്ന് രാത്രി അവൻ ദൈവ ശബ്ദം ചില കാതുകളിൽ മുഴങ്ങുകയാ. ഓടിക്കോ. ഹല്ലേലൂയ. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരാൻ പോകുകയാ. അന്ന് സകല അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും വേരും കൊമ്പും ശേഷിക്കാതെ താളടിയാകുന്ന സമയം ആഗതമായി കൊണ്ടിരിക്കുന്നു. കർത്താവ് തൻ ഗംഭീരനാദം മുഴങ്ങിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുവാൻ കാലം ആസന്നമായി കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പാപത്തെ പാൽ പോലെ അവൻ കോരി കുടിച്ച ഈ ലോകത്തിന്റെ അവൻ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ച ദൈവഹിതം നിറവേറ്റുവാൻ നിവർത്തിക്കുവാൻ ഭയപ്പെട്ട് അവൻ ആയിരിക്കുന്ന തലമുറകൾ പലതിലും അകപ്പെട്ട് തകർന്നുകൊണ്ടിരിക്കുമ്പോ അവൻ ഒരു കൂട്ടത്തെ രക്ഷിക്കുവാൻ ഹല്ലേലൂയ ദൂതന്മാരെ സൊദോമിലേക്ക് അയച്ചതുപോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂതുമായി അവൻ നീ ആയിരിക്കുന്ന ഭവനത്തിലേക്ക്, നീ ആയിരിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇന്ന് രാത്രി പരിശുദ്ധാത്മാ
പ്രഭാവം ദൈവം ഹല്ലേലൂയ ഇറങ്ങി വരിക. അത് തിരിച്ചറിയുന്ന ദൈവത്തിന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു എന്ന നാമം. ആ നാമത്തിലേക്ക് മടങ്ങി വാ, ആ നാമത്തിലേക്ക് മടങ്ങി വാ. അവൻ എന്നോട് പറ്റിയിരിക്കുകയാ, ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാ, ഞാൻ അവനെ ഉയർത്തും ഉയർത്തും. ഓ ഹല്ലേലൂയ. നിന്റെ പണം കൊണ്ട്, ആമേൻ, നിന്റെ കഴിവ് കൊണ്ട്, നിന്റെ പ്രാപ്തി കൊണ്ട്, ആമേൻ, നിന്റെ പ്രശ്നത്തെ, ആമേൻ, അതിജീവിക്കുവാൻ കഴിയുന്നില്ല. ആമേൻ, നീ ഒറ്റപ്പെടുകയാ. ആമേൻ, നിന്റെ കുടുംബത്തിനകത്ത്, ആമേൻ, നീ ഒറ്റപ്പെടുകയാ. നീ ഒറ്റപ്പെടേണ്ടവനല്ല. ആമേൻ, നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. ഓ, നിന്നെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. അബ്രഹാം പോയില്ല കേട്ടോ. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ആമേൻ പ്രാർത്ഥന കേട്ട് ദൈവം ആമേൻ ലോത്തായിരിക്കുന്ന സോദോമിലേക്ക് ആമേൻ ദൂതന്മാരെ ചെന്നെന്ന്. ഇന്ന് രാത്രി മാനുഷിക ബന്ധങ്ങൾ നിന്റെ അടുത്ത് വന്ന് നിന്നെ തലോടുന്നില്ല, നിന്നെ ആശ്വസിപ്പിക്കുന്നില്ല, നിന്നെ ബുദ്ധി ഉപദേശിക്കുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി തകർന്നിരിക്കുന്ന നിന്റെ അടുത്തേക്ക്, ക്ഷീണിച്ചിരിക്കുന്ന നിന്റെ അടുത്തേക്ക്, ആമേൻ, അകപ്പെട്ടിരിക്കുന്ന നിന്റെ അടുത്തേക്ക്, വേദനിച്ചിരിക്കുന്ന നിന്റെ അടുത്തേക്ക് ഓ വചനത്തിന്റെ ശക്തി ഇറങ്ങി വരിക. ലോത്ത് ആമേൻ ഓടി കേട്ടോ. ആമേൻ, തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞു. തിരിഞ്ഞു നോക്കരുത്. ഹല്ലേലൂയ. ആമേൻ, തിരിഞ്ഞു നോക്കിയാൽ നിനക്ക് ഓടാൻ പറ്റത്തില്ല. കാരണം ആമേൻ, നല്ല പ്രായത്തിൽ ആമേൻ ആമേൻ വെട്ടിപ്പിടിച്ചതും ആമേൻ ആ വാങ്ങിച്ചു കൂട്ടിയതും ആമേൻ ഒത്തിരി ഒത്തിരി ആമേൻ ലോത്തിന്റെ ഭാര്യയ്ക്ക് ഓടാൻ പറ്റുന്നില്ല. കാരണം നല്ല പ്രായത്തിൽ ഉണ്ടാക്കിയ ആമേൻ കുറെ സംഭവങ്ങളുണ്ടല്ലോ. ഹല്ലേലൂയ. ആമേൻ, വല്യപ്പച്ചന്മാര് എല്ലാം വിട്ടിറങ്ങിയതാ, ആമേൻ കുഴിച്ചിട്ടതാ, ആമേൻ അതൊക്കെ മാന്തി എടുത്തോണ്ട് നടക്കുന്ന ജീവിതങ്ങളോട് ഇന്ന് രാത്രി പറയാ, ആമേൻ, ഓടാൻ സമയമായി. ഓടാൻ തയ്യാറായിക്കോ. ഹല്ലേലൂയ. കൃപയുടെ യുഗം അവസാനിക്കാറായി. ഓ, രക്ഷയുടെ വാതിൽ പൂട്ടാൻ സമയമാകുന്നതായി. തിടുക്കത്തിൽ ആമേൻ ഓടാൻ തുടങ്ങി. ഹല്ലേലൂയ. കിട്ടിയതെല്ലാം കയ്യിലെടുത്തോണ്ടല്ല ഓടിയത്. ആമേൻ, ഓടണമെങ്കിൽ എല്ലാം വിട്ടോടണം. ഇന്ന് പലർക്കും ഓടാൻ പറ്റാത്ത എന്താണെന്നറിയോ? ആമേൻ, ഒന്നും വിടാനോ ഉള്ള മനസ്സില്ലെന്നേ. ഹല്ലേലൂയ. ആമേൻ, കിട്ടുന്നതെല്ലാം കൈ പിടിച്ചോണ്ടാ ഓടുന്നേ. ഇന്ന് രാത്രി ആ കൈ ഒന്ന് ഫ്രീ ആക്ക്, ആ മനസ്സൊന്ന് ഫ്രീ ആക്ക്. ആമേൻ, ലോത്തിന്റെ ഭാര്യയുടെ മനസ്സ് ഫ്രീ അല്ലായിരുന്നു. ഹല്ലേലൂയ. അവിടെ ഹൃദയത്തിനകത്ത്, ആ നല്ല പ്രായത്തിനകത്ത് ഉണ്ടാക്കിയ കുറെ സാധനം കിടക്കുകയാ. അത് കിടക്കുന്നത് കൊണ്ട് അവൾക്ക് ആമേൻ മുമ്പോട്ടോടാൻ പറ്റിയില്ല. അയ്യോ, ഇതെല്ലാം കത്തിത്തീരുമല്ലോ. എന്റെ നല്ല പ്രായത്തിൽ ഞാനും എൻ്റെ അച്ചായനും, ഞാനും എൻ്റെ അപ്പച്ചനും, ഞാനും എൻ്റെ അമ്മച്ചി, ഞാനും എൻ്റെ ഇന്നോരും ഉണ്ടാക്കി ഇതെല്ലാം ആമേൻ കളഞ്ഞിട്ട് പോണമെന്ന് പറഞ്ഞ ഒക്കത്തില്ല. തിരിഞ്ഞു നോക്കി ഇന്നും അവിടെ നിൽക്കുക. ഹല്ലേലൂയ. പ്രിയരെ, അപ്പച്ചന്മാര് വയറ് മുറുക്കി എടുത്ത്, ഹല്ലേലൂയ, ആമേൻ, അപ്പച്ചന്മാര് മാത്രമല്ല കേട്ടോ. 2001 കോഴിക്കോട് ജില്ലയിൽ കർത്താവിന്റെ വേലയുടെ മുഖത്ത് ഞാനും എൻ്റെ ഭാര്യയുമായിരിക്കുമ്പോൾ ആമേൻ, അതേ തേങ്ങാപ്പൂളും ആമേൻ, ഹല്ലേലൂയ, അതേ ചക്കക്കകത്ത് ചക്കക്കുരുവും ആമേൻ ചുട്ട് കട്ടൻ ചായയും കുടിച്ച് ആമേൻ കർത്താവിന്റെ ആമേൻ വേലയോടുള്ള ബന്ധത്തിൽ ആമേൻ ആയിരുന്ന ആമേൻ സമയങ്ങളുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ ചില വീടുകൾ വിസിറ്റ് ചെല്ലുമ്പോൾ ആമേൻ അവര് തരുന്നത് അതാ, അവരുടെ ആഹാരം അതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ഇന്ന് അവരൊക്കെ ആമേൻ അവരുടെ തലമുറകളൊക്കെ നല്ല നിലയിൽ ജീവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനേക്കാൾ ശ്രേഷ്ഠമായ
ശുശ്രൂഷകനായ നിലയിൽ എന്നെയും എൻ്റെ തലമുറകളെയും മാനിപ്പാൻ ദൈവം വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അനുഭവത്തിൽ നിന്ന് പറയുക, ആമേൻ, അപ്പച്ചന്മാരുടെ ഇളം തലമുറ ആമേൻ ഈ പാത വിട്ടു പോയപ്പോ ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി പോയതുപോലെ ആമേൻ തലമുറ ഇന്ന് മണ്ണിനടിയിൽ തകർന്നു പോയെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവർ പോയെടുത്ത് ഒതുങ്ങിപ്പോയെന്ന്. ഹല്ലേലൂയ. ഉയർപ്പിന്റെ നാളിൽ ആമേൻ അത് ഉയരത്തില്ലെന്ന്. ആത്മീയമായി ശാരീരികമായി മരിച്ച് അതെ മണ്ണിൽ മറഞ്ഞപ്പോൾ ഹല്ലേലൂയ അവരിൽ ഒരാളായി മണ്ണിൽ മറയാതെ മണ്ണിൽ നിന്ന് ഹല്ലേലൂയ വിണ്ണിലേക്ക് ഉയരുവാൻ ഇടയാകത്തക്ക വിധത്തിൽ നിന്നെ ഉയർപ്പിക്കുന്ന ഉയരത്തിലെ ശക്തി ഇന്ന് രാത്രി ചില ജീവിതങ്ങളെ വെളിപ്പെടുകയാണ്. പ്രിയ ദൈവമക്കളെ, ദൈവഹിതത്തിൽ നടക്കുമ്പോൾ എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലർ നിങ്ങളെ സ്വീകരിക്കും, ചിലർ നിങ്ങളെ സ്നേഹിക്കും. ആമേൻ. ദൈവഹിതത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒറ്റ കാരണത്താൽ ചിലർ നിങ്ങളെ ആമേൻ എതിർക്കും. ഒത്തിരി അനുഭവം എനിക്ക് പറയാനുണ്ട്. ആമേൻ. എൻ്റെ കുടുംബത്തിൽ ഒരാൾ സ്നാനപ്പെട്ട ഉടനെ ആമേൻ അതിനെതിരെ ശക്തമായി എതിർത്തവരുണ്ട്. ആ എതിർപ്പെന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള എതിർപ്പൊന്നുമല്ല, ഹല്ലേലൂയ, വലിയ രീതിയിലുള്ള എതിർപ്പ്. ആമേൻ. ആ എതിർപ്പുകളുടെ മുമ്പിലും ആഴമേറിയ സമർപ്പണത്തോടെ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ആരെങ്കിലും ഇന്ന് രാത്രി ആമേൻ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ആമേൻ ഒരു ആമേൻ പറ. ഹല്ലേലൂയ. ആമേൻ ഒരു ആമേൻ ടൈപ്പ് ചെയ്യും. ഹല്ലേലൂയ. എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കണമെന്നില്ല കേട്ടോ. ഹല്ലേലൂയ. ദൈവഹിതത്തിന് ആമേൻ ഒത്തവണ്ണം നടക്കുമ്പോൾ ഹല്ലേലൂയ. ഒന്നും കൂടെ പറയാം ദൈവമക്കളെ, ദൈവഹിതത്തിൽ നടക്കുമ്പോൾ എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കണമെന്നില്ല. ഈ എല്ലാവരും എന്ന് പറയുന്നതിനകത്ത് ആരൊക്കെയുണ്ട്? ആമേൻ. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ മക്കളുണ്ട്, എൻ്റെ അപ്പനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ സഹോദരങ്ങളുണ്ട്, എൻ്റെ കൂടെ പിറന്നവരുണ്ട്, എൻ്റെ കൂടെ ആരാധിക്കുന്നവരുണ്ട്, എൻ്റെ കൂടെ പഠിച്ചവരുണ്ട്, എൻ്റെ കൂടെ കളിച്ചവരുണ്ട്, എൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചവരുണ്ട്, എൻ്റെ കൂടെ പലതിനും കൂടിയവരുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങളുടെ കൂടെ കൂടാൻ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഉണ്ടാകാം. പക്ഷേ നിങ്ങളെ കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുമ്പോ എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കണമെന്നില്ല. Praise the Lord. ചിലർ നിങ്ങളെ സ്നേഹിക്കും. ക്ഷണിച്ചു പോകരുത്. നിങ്ങൾ പ്രതീക്ഷിച്ചവർ നിങ്ങളെ എതിർക്കും. ആമേൻ. ചിലർ നിങ്ങളെ സ്വീകരിക്കും. നിങ്ങൾ പ്രതീക്ഷിച്ചവർ നിങ്ങളെ ഇറക്കിവിടും. നിങ്ങൾ ആമേൻ ചിന്തിച്ചതിന് വിപരീതമായി സംഭവിക്കുമ്പോൾ ഹല്ലേലൂയ ക്ഷീണിച്ചു പോകരുത്. ആമേൻ. തകർന്നു പോകരുത്. കോപിക്കരുത്. വഴക്കിടരുത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റത്തില്ല, നമുക്കാ തെറ്റുപറ്റുന്നത്. ഈ വഴക്കിടുന്നതില് ആമേൻ ഇപ്പത്തെ കുഞ്ഞുങ്ങൾക്ക് A+ അല്ലെ, ഫുൾ A+. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു വഴക്കിടുന്നതിൽ ഫുൾ A+ ഉള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവൻ കോപിക്കുന്നതില് അവൻ AA+ കിട്ടിയവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവൻ ക്ഷമിക്കാത്തതിൽ AA+ കിട്ടിയവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്.
സ്തോത്രം. ജീവിതത്തിൽ ആമേൻ തിക്ത അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ ആമേൻ എല്ലാം അവസാനിപ്പിക്കാമെന്ന് ചിന്തിച്ച് ആമേൻ ദൈവികമായിട്ടുള്ള ബന്ധം വേണ്ട എന്ന് വെച്ച് ആമേൻ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി ആമേൻ സഹോദരങ്ങളെ മനസ്സിലാക്കാതെ സ്നേഹിക്കാതെ ആമേൻ എതിർക്കുന്ന ആ A+ വാങ്ങിച്ചിരിക്കുന്നവരുണ്ട്. പ്രിയ ദൈവമക്കളെ, ദൈവഹിതത്തിൽ നടക്കുമ്പോൾ എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കണമെന്നില്ല. ഞാൻ എടുത്തു പറയുക, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളെ പണിതുകൊണ്ടിരിക്കുകയാണ്. ചിലതിനെ സൃഷ്ടിക്കാൻ പോകുകയാ. ഉടഞ്ഞു പോയത് ചിലത്, കൈവിട്ടു പോയ ചിലത് അവൻ ദൈവം പുനഃസ്ഥാപിക്കുവാൻ പോകുകയാ. അവകാശപ്പെട്ട ചില നന്മകൾ ആമേൻ നിന്റെ കയ്യിൽ ആമേൻ നീ അനുഭവിപ്പാൻ ഇടയാകത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ ചില ജീവിതങ്ങളിൽ വെളിപ്പെടുവാൻ പോകുകയാ. ഹല്ലേലൂയ. അതിനു മുമ്പ് പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കണമെന്നില്ല. എന്തുകൊണ്ട്? ദൈവഹിതത്തിൽ നിങ്ങൾ നടക്കുമ്പോൾ ചിലർ നിങ്ങളെ സ്നേഹിക്കും. നമ്മുടെ കർത്താവായ യേശു ആമേൻ, പിതാവേ എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച് സമർപ്പിക്കപ്പെട്ടപ്പോ ഇതാ ദീപപന്തവുമായിട്ട് ആമേൻ പടയാളികൾ വരികയാണ്. 3.5 വർഷം കൂടെ ഉണ്ടായിരുന്ന യൂദയ്ക്ക് മനസ്സിലായില്ല. ഹല്ലേലൂയ. പടയാളികൾക്ക് മനസ്സിലായില്ല ഇവൻ ദൈവപുത്രനാണ്. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ആ ദൈവീക മഹത്വം വെടിഞ്ഞ് അവൻ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി നിൽക്കുന്നവനാണെന്ന് ഉലകത്തിൽ അവന്റെ കൂടെ ആയിരുന്നവർക്ക് പോലും മനസ്സിലായില്ലെന്ന്. ഇന്ന് രാത്രി ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന തലമുറയ്ക്ക് ഒരു പക്ഷേ മനസ്സിലാക്കാൻ പറ്റത്തില്ലെന്ന്. അതോർത്ത് നീ തകരരുത്. അതോർത്ത് നീ ആമേൻ കോപിക്കരുത്. അതോർത്ത് നീ വഴക്കിടരുത്. നിന്നിലുള്ള അഭിഷേകം ചോർന്നു പോകുവാൻ, നിന്നിലുള്ള ദൈവകൃപ നഷ്ടപ്പെടുവാൻ, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം നടക്കാതിരിക്കുവാൻ നീയായിട്ട് അവസരമുണ്ടാക്കരുത്. ഹല്ലേലൂയ. ചിലർ നിങ്ങളെ സ്നേഹിക്കും, ചിലർ നിങ്ങളെ മനസ്സിലാക്കണമെന്നില്ല. ആമേൻ. ചിലർ നിങ്ങളെ സ്വീകരിക്കും, എന്നാൽ ചിലർ നിങ്ങളെ എതിർക്കും. ഹല്ലേലൂയ. അതാണ് പ്രിയരെ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഹല്ലേലൂയ. അവൻ ദൈവഹിതം ചെയ്യുകയായിരുന്നു. ആമേൻ. എന്നിട്ടും അവന്റെ മേൽ കള്ളക്കുറ്റം ചുമത്തി. പ്രൈസ് ദി ലോർഡ്. അവനെ പിടിച്ചു, അടിച്ചു, കൊല്ലാൻ ശ്രമിച്ചു. പക്ഷെ ഒരു കാര്യം അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ദൈവത്തിന്റെ പദ്ധതിയെ തടയാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇന്ന് രാത്രി ദൈവഹിതത്തിനൊത്തവണ്ണം ആമേൻ ചുവട് വെക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്നെ അടിക്കാൻ നോക്കും, ആമേൻ നിന്നെ കൊല്ലാൻ ശ്രമിക്കും, ആമേൻ നിന്നെ പിടിക്കും, നിന്നെ കള്ളക്കുറ്റം ചുമത്തും. പക്ഷേ ഹല്ലേലൂയ, ദൈവത്തിന്റെ പദ്ധതിയെ തടയുവാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ ഇരു കരവും അടിച്ച് കർത്താവിന് നന്ദിയോടെ സ്തുതിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവവിളിയുള്ള ജീവിതത്തിന് എതിർപ്പുകൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി തിരിച്ചറിയണം. ആമേൻ. ദൈവം വിളിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം എതിർപ്പുകൾ ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം വിളിച്ചിട്ടില്ലാത്തവർക്കൊന്നും ഇത്രമാത്രം എതിർപ്പുകളൊന്നുമില്ല. ആമേൻ. പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് പറയും. ശേഷം ഇറങ്ങി തിരിച്ച ശിഷ്യന്മാരോട് ചോദിച്ചാൽ അവർ പറയും. ഇന്ന് രാത്രി നീ ശാന്തമായിട്ടൊന്ന് ഇരുന്ന് നോക്ക്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ, ദൈവം നിന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ, ആമേൻ ദൈവഹിതം നീ തിരിച്ചറിഞ്ഞ് സമർപ്പിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ
ആമേൻ. ഇത്ര വെല്ലുവിളിയും ഇത്ര പ്രതികൂലങ്ങളും ഇത്ര പ്രതിസന്ധികളൊന്നും ജീവിതത്തിൽ വരത്തില്ലായിരുന്നു. ഒരു കാര്യം നീ മനസ്സിലാക്കണം, ദൈവവിളിയുള്ള ജീവിതത്തിന് എതിർപ്പുകൾ ഉണ്ടാകും. നിങ്ങൾ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനിച്ച എല്ലാരും കൈയടിക്കത്തില്ല കേട്ടോ. കൊള്ളാം കുഞ്ഞെ, നന്നായിട്ടുണ്ടെന്ന് ആരും പറയത്തില്ലെന്ന്. ഹല്ലേലൂയ. ചിലർ പരിഹസിക്കും, ചിലർ വിമർശിക്കും, ചിലർ നിങ്ങളെ ഒറ്റപ്പെടുത്തും. എന്നാൽ ഓർക്കുക, ഹല്ലേലൂയ, ആമേൻ, എതിർപ്പുകൾ, ആമേൻ, ഹല്ലേലൂയ, ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചു പോയി എന്നതിന്റെ അടയാളമല്ല. എതിർപ്പുകൾ ദൈവം നിങ്ങളെ കൈവിട്ടു എന്നതിന്റെ അടയാളമല്ല. ഹല്ലേലൂയ. എതിർപ്പുകൾ ദൈവം നിങ്ങളെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതിന്റെ അടയാളമല്ല. പലപ്പോഴും അത് നിങ്ങൾ ശരിയായ വഴിയിലാണ് എന്നതിന്റെ അടയാളമാണ്. എല്ലാം ആകണമെന്നില്ല കേട്ടോ. കലഹത്തിനിടയിലും ദൈവം പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. പൗലോസിനെ കൊല്ലാൻ ജനക്കൂട്ടം ഒരുങ്ങി. പക്ഷെ അതേ സമയത്ത് റോമൻ സൈനാധിപനെത്തി. അത് യാദർശികമായിരുന്നില്ല, അത് ദൈവത്തിന്റെ സമയമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലരോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ സമയമാഗതമായി. ഹല്ലേലൂയ. ഈ കൂട്ടായ്മയ്ക്കകത്തായിരിക്കുന്ന ചില ജീവിതങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ സമയമാഗതമായി. ഇതാ, ഹല്ലേലൂയ, അതേ സമയത്ത്, ഏത് സമയത്ത് പൗലോസിനെ കൊല്ലാൻ ജനക്കൂട്ടം ഒരുങ്ങി. ഭയങ്കര രൂക്ഷമായ സാഹചര്യത്തിൽ അതേ ദൈവ റോമൻ സൈന്യാധിപനെ എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. അത് യാദർശികമായിരുന്നില്ല. ആമേൻ. അത് ദൈവത്തിന്റെ സമയമായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, പ്രിയ സഹോദരി, പ്രിയ സഹോദര, പ്രിയ കുഞ്ഞെ, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ അഭിഷക്തരെ, പ്രിയ കൂടപ്പറപ്പേ, നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം സമയത്ത് ഇടപെടും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരുടെ കയ്യെ പിടിച്ച് പറ, കുഞ്ഞെ, ദൈവം സമയത്ത് ഇടപെടും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇടപെടും, നിന്റെ ജീവിതത്തിൽ ഇടപെടും. ഹല്ലേലൂയ. അവൻ ഒരിക്കലും താമസിക്കത്തില്ല. അവൻ ഒരിക്കലും മറക്കുന്നില്ല. അവൻ തന്റെ മക്കളെ കൈവിടുന്നില്ല. ഈ പരീക്ഷകൾ, ഈ ശോധനകൾ സാക്ഷ്യത്തിനുള്ള അവസരങ്ങളാണ്. ഇന്ന് രാത്രി ഈ സന്ദേശം കൊണ്ടുകൊണ്ടിരിക്കുന്ന ചില ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്. പരീക്ഷകൾ സാക്ഷ്യത്തിനുള്ള അവസരങ്ങളാണ്. പൗലോസ് മോചിതനായി ഉടനെ ഓടിപ്പോയില്ല. ജനങ്ങളോട് സംസാരിക്കാൻ അവൻ അനുമതി ചോദിച്ചു. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം അവൻ തന്റെ ജീവനേക്കാൾ സുവിശേഷത്തെ സ്നേഹിച്ചു. പ്രിയരെ, ഇതാണ് യഥാർത്ഥ ശിഷ്യത്വം. പ്രശ്നങ്ങളിൽ നിന്ന് മാത്രം രക്ഷപ്പെടാനല്ല, പ്രശ്നങ്ങൾക്കിടയിലും ക്രിസ്തുവിനെ വെളിപ്പെടുത്താനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ മക്കളുടെ വിഷയം, എൻ്റെ കുടുംബത്തിന്റെ വിഷയം, എൻ്റെ വസ്തുവിന്റെ വിഷയം, എൻ്റെ കേസ്, എൻ്റെ കുടുംബ പ്രശ്നം, എൻ്റെ ബിസിനസ്, ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി ആമേൻ ഉറക്കളിച്ച് ആമേൻ നിലവിളിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഉപവസിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. പ്രിയരെ, നിങ്ങളുടെ വസ്തു വിറ്റിട്ട് ദൈവത്തിന് എന്താ നേട്ടം? നിങ്ങൾ കാർ വാങ്ങിച്ചിട്ട് ഉലകം മുഴുവൻ കറങ്ങിയിരുന്നത് കൊണ്ട് ദൈവത്തിന് എന്താ നേട്ടം? ഹല്ലേലൂയ. നിങ്ങളുടെ മക്കൾക്ക് നല്ല ജോലി കിട്ടിയത് കൊണ്ട് ദൈവത്തിന് എന്താ നേട്ടം? സ്തോത്രം. പ്രശ്നങ്ങളിൽ നിന്ന് മാത്രം രക്ഷപ്പെടലല്ല. പ്രശ്നങ്ങൾക്കിടയിലും ക്രിസ്തുവിനെ വെളിപ്പെടുത്താനാണ്
നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നു, ഭയപ്പെടരുത്, നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു, നിന്റെ ജീവിതത്തിനായുള്ള എന്റെ പദ്ധതി ആരും തടയുകയില്ല. ഇന്ന് നിനക്ക് എതിർപ്പുണ്ടായേക്കാം, പക്ഷേ നാളെ നിന്റെ സാക്ഷ്യം അനേകരെ അനുഗ്രഹിക്കും. Praise the Lord. അതുകൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, പിന്മാറരുത്, നിരാശപ്പെടരുത്, വിശ്വാസം കൈവിടരുത്. ദൈവം ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ വചനം കേട്ട ജീവിതങ്ങളിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഒന്ന് പരിശോധിക്കാമോ? ഇന്ന് നിങ്ങൾ ഒരു പോരാട്ടത്തിലൂടെയാണോ കടന്നു പോകുന്നത്? ഹല്ലേലൂയ. നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നുണ്ടോ? ഹല്ലേലൂയ. എങ്കിൽ ഈ വചന ഹൃദയത്തിൽ സ്വീകരിക്കൂ. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അവൻ നിങ്ങളുടെ കൈ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ജീവിതം അവന്റെ നിയന്ത്രണത്തിലാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ അവൻ ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിലായിരിക്കുന്നവരോട് ഞാൻ പ്രഖ്യാപിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിനെതിരെ ഉയർന്നിരിക്കുന്ന എല്ലാ എതിർപ്പുകളും യേശുവിന്റെ നാമത്തിൽ തകർന്നു വീഴട്ടെ. ഹല്ലേലൂയ. ഭയത്തിന്റെ ആത്മാവ് വിട്ടുപോകട്ടെ. ധൈര്യത്തിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ വരട്ടെ. ഹല്ലേലൂയ. അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടട്ടെ. നിരാശയ്ക്ക് പകരം പ്രത്യാശ നിറയട്ടെ. നിങ്ങളുടെ കുടുംബത്തിന്മേൽ ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന്റെ മഹത്വത്തിനുള്ള ശക്തമായ സാക്ഷിയായി മാറട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും അവസാനം വരെ വിശ്വസ്തരായി നടത്തുകയും ചെയ്യട്ടെ. പിതാവേ, ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച് എല്ലാവരെയും അപ്പന്റെ കരങ്ങളിൽ തരികയാണ്. എല്ലാ കണ്ണുകളും അടച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രവചനാത്മാവിൽ ദൈവം നിങ്ങളോട് ഇടപെടാനായിട്ട് ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ട്. അപ്പോസ്തല പ്രവൃത്തി 21 അധ്യായത്തിൽ നിന്ന് 3 ഭാഗങ്ങളിലൂടെ ദൈവം നമ്മളോട് സംസാരിച്ചു. ഇന്ന് രാത്രി നിങ്ങൾ കടന്നു പോകുന്ന, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിനകത്ത് നിന്ന് ദൈവം നിങ്ങളെ പുറത്തെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്നേഹവാനും പരിശുദ്ധനും നിത്യത നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, ഈ വിശുദ്ധ രാത്രിയിൽ അങ്ങയുടെ ജീവിക്കുന്ന വചനത്തിന്റെ മുമ്പിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ താഴ്മയോടെ വരുന്നു. ഈ ലൈവിൽ പങ്കെടുത്ത ഓരോ മകനെയും, ഓരോ മകളെയും, ഓരോ കുടുംബത്തെയും, ഓരോ യൗവനക്കാരെയും, ഓരോ യൗവനക്കാരിയെയും, ഓരോ കുഞ്ഞുങ്ങളെയും യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സംസാരിച്ചിരുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ആ വചനം ഒരിക്കലും ശൂന്യമായി മടങ്ങിപ്പോകാതെ ഓരോ ജീവിതത്തിലും ഫലം പുറപ്പെടുവിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ നിമിഷം ഓരോ വീടുകളിലേക്ക് ആമേൻ അവിടുന്ന് ചെന്ന് അവിടുത്തെ കുറവുകളെ നികത്തണമേ. ബലഹീനരായിരിക്കുന്നവരെ ശക്തീകരിക്കണമേ. ഈ ലൈവ് കാണുന്ന ഓരോരുത്തരുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. ക്ഷീണിച്ചിരിക്കുന്ന ജീവിതങ്ങളെ, ക്ഷീണിച്ചിരിക്കുന്ന ആത്മാക്കളെ
പുതുക്കണമേ. തകർന്ന ഹൃദയങ്ങളെ സൗഖ്യമാക്കണമേ. ഓ ജീസസ്, ഹല്ലേലൂയ. നിരാശയിലിരിക്കുന്നവർക്ക് പുതിയ പ്രത്യാശ നൽകണം. ഭയത്തിൽ കഴിയുന്നവർക്ക് ധൈര്യം നൽകണം. കർത്താവേ, ഇന്ന് അപ്പോസ്തലനായ പൗലോസിനെ പോലെ എതിർപ്പുകളെക്കാൾ വലിയത് അങ്ങയുടെ വിളിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മനുഷ്യരുടെ വാക്കുകളെക്കാൾ അങ്ങയുടെ ശബ്ദം കേൾക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം. അങ്ങയുടെ ഹിതം ചെയ്യുവാൻ ധൈര്യം നൽകണമേ. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ അധികാരത്തോടെ കൽപ്പിക്കുന്നു, ഓരോ ഭയവും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. നിരാശയുടെ എല്ലാ ചങ്ങലകളും പൊട്ടിപ്പോകട്ടെ. പിശാചിന്റെ എല്ലാ ആക്രമണങ്ങളും നിഷ്ഫലമാകട്ടെ. ശത്രു ഒരുക്കിയ എല്ലാ കുടുക്കുകളും തകർന്നു പോകട്ടെ. രോഗത്താൽ വേദനിക്കുന്നവർ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. തല മുതൽ കാൽ വരെ യേശുവിന്റെ സൗഖ്യത്തിന്റെ ശക്തി ഒഴുകട്ടെ. മാനസിക ഭാരങ്ങൾ മാറിപ്പോകട്ടെ. ഉറക്കമില്ലാതെ വേദനിക്കുന്നവർക്ക് സമാധാനമുള്ള ഉറക്കം ലഭിക്കട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർക്ക് പുതിയ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുഗ്രഹീതമായ അവസരങ്ങൾ ലഭിക്കട്ടെ. കടഭാരത്തിൽ കഴിയുന്നവർക്ക് ദൈവം വഴി തുറക്കട്ടെ. കുടുംബങ്ങളിൽ സ്നേഹവും ഐക്യവും സമാധാനവും പുനഃസ്ഥാപിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകൽച്ച മാറട്ടെ. മക്കൾക്കായി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ അപേക്ഷകൾക്ക് ഉത്തരം ലഭിക്കട്ടെ. വഴി തെറ്റിപ്പോയ മക്കൾ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് മടങ്ങി വരട്ടെ. ഈ രാത്രി യേശുവിനെ അറിയാത്തവർ മാനസാന്തരപ്പെടട്ടെ. രക്ഷയുടെ സന്തോഷം അവരുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വെറും കേൾവിക്കാരാക്കരുതേ, വചനത്തിന്റെ പ്രവർത്തകരാക്കണമേ. പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുന്നവരാക്കണമേ. വിശുദ്ധിയിൽ നടക്കുന്നവരാക്കണമേ. അവസാനം വരെ വിശ്വസ്തരായി ഓടുവാൻ ശക്തി നൽകണമേ. ഇപ്പോൾ വിശ്വാസത്തോടെ ഞാൻ പ്രഖ്യാപിക്കുന്നു, ചില ജീവിതങ്ങളെ നോക്കി ഞാൻ കൽപ്പിക്കുന്നു. അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടുന്നു. വിശ്വാസത്തോടെ സ്വീകരിച്ചോ. കണ്ണുനീരോടെ വിതച്ചവ സന്തോഷത്തോടെ കൊയ്യും. ദീർഘകാലമായി കാത്തിരുന്ന പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം ആരംഭിക്കുന്ന രാത്രി. ഹല്ലേലൂയ. ചിലർക്ക് ഈ ആഴ്ച പുതിയ സാക്ഷ്യങ്ങൾ ലഭിക്കും. അവരാമേൻ പറഞ്ഞാണ്. ഹല്ലേലൂയ. ചില കുടുംബങ്ങളിൽ സമാധാനം തിരിച്ചു വരും. ഇന്ന് രാത്രി പ്രവചനാത്മാവിൽ ഇതിനകത്തായിരിക്കുന്ന ചില സഹോദരന്മാരോട് പറയുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം തരികയാ. ഹല്ലേലൂയ. ചിലരുടെ കുടുംബങ്ങളിൽ സമാധാനം തിരിച്ചു വരും. നഷ്ടപ്പെട്ട സമാധാനം, നഷ്ടപ്പെട്ട സന്തോഷം, നഷ്ടപ്പെട്ട നന്മകൾ തിരിച്ചു വരും. ചിലരുടെ ജീവിതത്തിൽ പുതിയ ആത്മീയ ഉണർവ് ആരംഭിക്കും. ഹല്ലേലൂയ. ദൈവം ആരംഭിച്ച നല്ല പ്രവൃത്തി അവൻ പൂർത്തിയാക്കും. ഹല്ലേലൂയ. കർത്താവേ, ഈ രാത്രിയിൽ ഉറക്കത്തെ അനുഗ്രഹിക്കണം. അങ്ങയുടെ ദൂതന്മാർ ഞങ്ങളുടെ വീടുകൾക്ക് ചുറ്റും കാവൽ നിൽക്കട്ടെ. അപകടങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, എല്ലാ ദോഷങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവിതം യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിനുള്ള ജീവനുള്ള സാക്ഷിയാകട്ടെ.
എല്ലാ മഹത്വവും സ്തുതിയും ബഹുമാനവും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന് മാത്രം. യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഭയപ്പെടരുത്, കർത്താവ് നിനക്ക് മുമ്പായി നടക്കുന്നു. നിന്റെ കണ്ണുനീർ ദൈവം കണ്ടിരിക്കുന്നു, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. ആമേൻ. നിന്റെ ജീവിതത്തിനായുള്ള ദൈവത്തിന്റെ പദ്ധതി ഒരാളും തടയുകയില്ല. പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും. ആമേൻ. യേശു ക്രിസ്തു നിന്നെ വിജയത്തിലേക്ക് നടത്തും. വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. ആമേൻ. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ ആമേൻ യോശുവേ നിന്നോട് കൂടെ ഇരിക്കും. ആമേൻ. നിന്റെ അപ്പൂപ്പന്മാര് ആമേൻ ഈ സത്യം മുറുകെ പിടിച്ച്, ആ കാലത്ത് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല, ആ കാലത്ത് പെട്രോമേസും ആമേൻ അതെ ചൂട്ടും കത്തിച്ച് ആമേൻ ഗ്രാമങ്ങളിൽ തെരുവുകളിൽ പോയി ആമേൻ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അവരോട് കൂടെ ഇരുന്ന് അനേക ജീവിതങ്ങള് ക്രിസ്തുവിന് വേണ്ടി ആമേൻ ഉറപ്പിച്ചതുപോലെ വേർതിരിച്ചതുപോലെ ആമേൻ ഈ കാലഘട്ടങ്ങളിൽ ആമേൻ ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവരുടെ കൂടെ ആമേൻ ഇരുന്ന് പ്രവർത്തിക്കുന്ന മഹാദൈവത്തിന്റെ പ്രവൃത്തി ഈ തലമുറയിൽ നിന്നിലൂടെ വെളിപ്പെടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാറാനാഥ. എബനേസറായി ദൈവം കൂടെയിരിക്കും. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ റെക്കോർഡ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അനുവദിച്ചാൽ ആമേൻ വീണ്ടും നമുക്ക് ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളികളാകാം. ആമേൻ. അടുത്ത ദിവസത്തെ മീറ്റിംഗിന്റെ ആമേൻ അതേ നോട്ടീസ് ആമേൻ പോസ്റ്റ് ആമേൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സമയം നോക്കി കയറി വരിക. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. യേശുവേ എൻ ജീവനാഥ, എൻ ഹൃദയത്തിൽ വാഴേണമേ. പരിശുദ്ധാത്മാവേ ഇറങ്ങി വാ, എന്നെ വീണ്ടും നിറച്ചിടണേ. നിൻ കൃപയാണ് ആശ്രയം, നിൻ സ്നേഹമാണ് എൻ ജീവൻ. എൻ കണ്ണുനീർ നീ തുടച്ചിടും. വിശ്വസ്തനായ കർത്താവേ, തളർന്ന കാലുകൾ ബലപ്പെടുത്തും. ചേർത്തിടും. നീ വിളിച്ച വഴിയിൽ എന്നെ അവസാനം വരെ നടത്തിയിടും. ആരാധനയൻ ശ്വാസമാകട്ടെ, സ്തുതിയൻ ജീവനാകട്ടെ. നിൻ തിരുസന്നിധിയിൽ ഞാൻ ജീവനുള്ള യാഗമാകട്ടെ. പാടിടുന്നു യേശുവേ നിൻ മഹത്വം. ഹൃദയം തുറന്ന് വിളിച്ചിടുന്നു, നിറയണമേ പരിശുദ്ധാത്മാവേ.
കൈകളിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നിൻ നാമം ഉയർത്തിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നിൻ സ്നേഹം പാടിടുന്നു. ഓട്ടം തികയ്ക്കാൻ ശക്തി തരൂ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ കൃപ തരൂ. അവസാനം വരെ എന്നെ കാത്തിടണേ, നിത്യരാജ്യത്തിൽ എന്നെ ചേർത്തിടണേ. യേശുവേ, നീയേ എൻ സർവസ്വം, നിനക്കു മാത്രം മഹത്വം.